തൃപ്പാദം വന്നിച്ചു മഹാവീര്യവാൻ ധീരൻ ജ്ഞാനീ സഹോത്തമൻ ഇഹ പരം ധർമ്മ എല്ലാവരും എവിടെ പോയി? ഇനി ഇങ്ങനെ ക്ലാസ് തുടങ്ങിയാൽ എല്ലാവരും മെല്ലെ മെല്ലെ കയറി വരും. നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം, 2-3 മിനിറ്റ്. അപ്പോഴത്തേക്ക് എല്ലാവരും വരട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. എല്ലാവരുടെയും കുടുംബത്തെയും എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. മീന മാതാജി പറയുന്ന മെസ്സേജ് നോക്കിയില്ല എന്ന് വിഷമിക്കേണ്ട. നാളെയും കൂടെ, ഇന്ന് കുറച്ച് നോക്കി, പിന്നെ ഡബിങ് ഉണ്ടായിരുന്നു, അതിന് പോയി. അതാണ് ശബ്ദം അടഞ്ഞിരിക്കുന്നത്. അവിടെ പോയി ശബ്ദത്തിൻ്റെ യുദ്ധം നടത്തി, അതാണ് ശബ്ദം അടഞ്ഞിരിക്കുന്നത്. സാരില്ല, ബാക്കി നാളെ നോക്കാം. മെസ്സേജ് കുറച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും കുറേ അങ്ങ് ശരിയാവും. ഓക്കെ. പിന്നെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41. ദിവസവും രാത്രി 8:30 മുതൽ 10:30 വരേക്കും മഹാഭാരത ക്ലാസ് ആണ്. പക്ഷേ ഇപ്പോൾ ഉത്തര രാമചരിതാമൃതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച്. അല്ലാത്ത പക്ഷം രാവിലെ 10:30 മുതൽ 12:30 വരേക്കും ഗീതാ ക്ലാസ് ആണ്. ഇത്ര മധുരം തന്നില്ല, ഞാൻ തിന്നു. എല്ലാം തിന്നില്ല, കുറച്ച് ബാക്കി ഇവിടെ ഉണ്ട്. കണ്ണാ, നമുക്ക് ശബരിമലയ്ക്ക് പോകണം കേട്ടോ, മറക്കരുത്. ഞാൻ കണ്ണനെ വെയിറ്റ് ചെയ്തിരിക്കുക ശബരിമലയ്ക്ക് പോകാൻ. കണ്ണൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ശബരിമലയിൽ വെച്ചിട്ട്. കണ്ണനെ ഞാൻ ചിരിച്ചു മരിച്ചേക്കാം. ഒരു അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്, അത് നമ്മുടെ അടുത്ത മീറ്റിങ്ങിൽ പറഞ്ഞേക്കാം. ദുഷ്ടാണ്. കുറച്ചൊക്കെ തിന്ന് ദിവ്യേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പോയിട്ടേ മലരി വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ മലരും പഞ്ചാമൃതവും കൂടെ ഞാൻ കുഴച്ചു, എന്നിട്ട് അത് തിന്നു. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, പഞ്ചാമൃതവും ആ മലരും കൂടെ കുഴച്ച് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ്, നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? ഇന്ന് കുറച്ച് തുടങ്ങാൻ ലേറ്റായി, ഞാൻ വരുമ്പോഴേക്കും ഒത്തിരി സമയം വൈകിപ്പോയി. നോമൊന്നും മിണ്ടണില്ല, തിന്നോളാം. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യും കേട്ടോ. ഞാനിതിങ്ങനെ നിങ്ങളുടെ കമൻറ്റ് കേട്ട് ചിരിച്ച് ഇവിടെ ഇരിക്കും. നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. നമുക്ക് സൂം ആണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലില്ലാത്തവരും ക്ലാസ്സിൽ കയറുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. സൂം വയ്ക്കാൻ പറ്റാത്തത്. ഒരു ദിവസം നമുക്ക് സൂം വയ്ക്കണം കേട്ടോ, നല്ല രസമായിരിക്കും. അടി പിടി ബഹളമായിരിക്കും. എനിക്കിങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കണമെന്നും ഇഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ടതല്ല. എപ്പോഴും പലേ നലച്ചുകൊണ്ടിരിക്കണം, കുറേ തമാശ പറഞ്ഞുകൊണ്ടിരിക്കണം, തളിച്ചുകൊണ്ടിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. ഇല്ല ദീപമാതാജി, അങ്ങനെയാണ് എനിക്കിഷ്ടം. ഈ മസിൽ പിടിച്ചിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതിന് മാത്രമൊന്നും ആയില്ലല്ലോ, നമ്മളാവേ ഇല്ലല്ലോ, നമ്മളെവിടെ എത്താൻ ചാൻസേ ഇല്ല. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ മസിൽ വിട്ടിട്ട്, അതൊക്കെയല്ലേ ഒരു രസം. അങ്ങനെ നമ്മളെല്ലാവരുടെ ലൈഫിലും കുറേ പ്രശ്നങ്ങളില്ല അല്ലേ കണ്ണാ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരെയും ഒന്ന് എന്താ പറയുക, അയ്യോ സോറി ചേച്ചി, ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്, ഞാൻ ഇന്ന് വിളിക്കാം ചേച്ചി, ഇന്നല്ല നാളെ വിളിക്കാം. അപ്പം അങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തോടെ നമ്മൾ പോകുമ്പോഴല്ലേ ഒരു രസമുള്ളൂ. അല്ലാണ്ട് പിന്നെ നമ്മളിങ്ങനെ വെറുതെ മസിൽ പിടിച്ചിരുന്ന് കുറേ ഇങ്ങനെ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോൾ അതൊരു രസമില്ല. അങ്ങനെയുള്ള ഒരു എന്താ പറയുക ക്ലാസ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര ബോറാണ്. നമ്മൾ ആധ്യാത്മികമായിട്ട് പഠിക്കുകയാണെങ്കിലും പഠനത്തിലും ഒരു കളിയും ചിരിയുണ്ടെങ്കിലും ഒരു രസമല്ലേ അല്ലേ? കാരണം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഹിന്ദിക്കാണ്.
സിസ്റ്ററിനോടുള്ള പേടി കാരണം ഹിന്ദിയും പഠിച്ചില്ല. എന്താ പറയുക, ഓഹോ പഞ്ചാമൃതം തരാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചുകൊണ്ട് ലൈവ് ഷെയർ ഇല്ലയെന്ന് കാണിച്ചു തരട്ടെ. അതിനൊക്കെയുള്ള പണി ഞാൻ വേറെ തരാം. അപ്പം പൂവ് ഇവിടെ താഴെയുള്ള ഒരു അമ്മ എനിക്ക് തന്നതാ. അമ്മു പറഞ്ഞിട്ട് കൊണ്ട് തന്നതാ. അമ്മുവാണ് അവരോട് പറഞ്ഞത് ഈ പൂവ് ഇവിടെ തരാൻ. അപ്പോൾ എന്നിട്ട് അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കും അരി എടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ അരി കഴിഞ്ഞു വീട്ടിൽ. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ലടാ, അവിടെ വീട്ടിൽ കുറച്ച് അരിയുണ്ട്, ഞാൻ അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവളിപ്പോൾ അങ്ങോട്ട് പോയിരിക്കും. ഇപ്പോൾ വരും. അപ്പം എന്നോട് പറഞ്ഞു നീ ദോശ ഉണ്ടാക്കി വെക്ക്, ചട്നിയൊക്കെ അരച്ച് വയ്ക്കും. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഇതില്ലേ കപ്പലണ്ടി വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കി വെച്ചു. ദോശമാവ് അങ്ങനെ കലക്കി വെച്ചു. ഞാൻ അവൾ വന്ന് ദോശ ഉണ്ടാക്കും, ചട്നി ഉണ്ടല്ലോ മതി. അപ്പം ആ സിസ്റ്ററിനോടുള്ള പേടി കാരണം എന്തായി, ഹിന്ദിയും പഠിച്ചില്ല. അതുപോലെ തന്നെ ആ ക്ലാസ് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ക്ലാസ്സുമായി. അതേസമയം ഷേർലി ടീച്ചറിൻ്റെ ഒക്കെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴേക്കേ അയ്യോ തീരല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ഒരു 45 മിനിറ്റ്സ് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുപോലെയാണ് നമ്മൾ അല്ലേ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലീൻ്റെ ടെൻഷൻ, വീട്ടിലത്തെ ടെൻഷൻ, കുറേ അലപ്പ്, അത് ഇത് വട്ട് പിടിച്ച് നമ്മൾ രാത്രി ഒന്ന് ഉറങ്ങാൻ കിടക്കാൻ നേരം വരുമ്പോൾ ഞാനും ഇവിടെ ഇരുന്നിട്ട് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു, ഇതാണ് ആത്മാവ്, ഇതാണ് ശരീരം, ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങിരിക്കും. അതേസമയം നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ച് പോകും അല്ലേ. കുറേ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് നമുക്ക് അറിയേയില്ല. അപ്പം നമ്മൾ മഹാഭാരതം തന്നെ ആലോചിച്ച് നോക്കൂ. ഇതെടുത്തു, എന്താ പറയുക, രണ്ടാമത്തെ ബുക്ക് എടുത്ത് അതിൻ്റെ പകുതി ആവാറായി. ഗീത തന്നെ നമ്മളിപ്പോൾ 3ാമത്തെ അധ്യായമായി. ഗീത പഠിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ഗീതയെ പോലെ സിമ്പിളായിട്ടുള്ള വേറൊരു ബുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇല്ല മാതാജി, ഞാൻ മറന്നിട്ടില്ല. ഗിരിജ മാതാജിയുടെ കാര്യം മറന്നിട്ടില്ല, ആരുടെ കാര്യം മറന്നിട്ടില്ല, എല്ലാവരുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ കാര്യം മാത്രം മറന്നുപോയി. അങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ ഉണ്ണിക്കണ്ണൻ രക്ഷിക്കണേ. ഇല്ലടാ നിന്നെ രക്ഷിക്കൂല കണ്ണാ, നിന്നെ രക്ഷിക്കാൻ പോണില്ലടാ. വൈപ്പിൽ വരും ഞാൻ, നോക്കിക്കോ, നിന്റെ കാര്യം പോക്കാം. ഓ വിപിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ മീഡിയ പാർട്ണർ ഗുണ്ടുമണി എന്ന് പറഞ്ഞിട്ട്. അവൻ എപ്പോഴും എന്നെ അങ്ങനെയാണ് വിളിക്കുക. ഞാൻ ഭയങ്കര ഗുണ്ടുമണിയെന്ന് പറഞ്ഞിട്ട് അത് ഫ്രെയിമിൽ തോന്നുന്നതാണ്. എന്നിട്ട് അവൻ എന്നെ വിളിക്കും ഗുണ്ടുമണി. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ, എന്തെങ്കിലുമൊക്കെ വിശേഷം പറയാം. ഒരു 5 മിനിറ്റ് വിശേഷം പറയാം, എന്നിട്ട് ക്ലാസ് തുടങ്ങാം. അല്ല എനിക്കും തുടങ്ങാനൊരു മടി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ലൈവ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി കിടന്നു, ഉറങ്ങിയിട്ടില്ല എനിക്ക്. ചന്ദ്രദാസ് കൊച്ചപ്പന്ന് ഉള്ള പേര് കണ്ടപ്പോഴേക്ക് ഞാൻ വായിക്കാൻ പോകും. ചക്കരയെന്നോ മറ്റോ എഴുതി അയച്ചിരിക്കണേന്ന് ഓർത്തിട്ട് അത് വായിക്കാൻ പോകുമായിരുന്നു. ഹായ് ദേവി എന്ന്. ഹരേ കൃഷ്ണ. രജീഷ് ജോൺ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നറിയില്ല. രണ്ടായാലും ഞങ്ങൾക്കൊരുപോലെയാണ്, നമുക്കൊരുപോലെയാണ്. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ? ഇല്ല, ഒന്നും പറയാനില്ല. ഹരേ കിച്ചു, ദേ നിന്നെ വിളിക്കുന്ന. മിണ്ടാതിരിക്കുന്ന കിച്ചുവിനെ വേണം, മിണ്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വേണ്ട. ശരി സിന്ധു മാതാജി, ഓക്കെ സമ്മതിച്ചു. എന്തെങ്കിലുമൊക്കെ പറയണ്ട സൈന ചേച്ചി. ഹരേ കൃഷ്ണ എന്നുള്ളത് എനിക്കും അറിയാം. സുന്ദരിയാണെന്നൊന്നും പറയില്ല, ഞാനങ്ങ് പൊങ്ങിപ്പോവും. ഇതിൻ്റെ മേലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ പറയാൻ? ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇതിപ്പം ഞാൻ ചോദിച്ചു മേടിക്കുന്ന പോലെ ആയിപ്പോയില്ലേ. അതാണ് മഹേഷ് പ്രഭു പറയുന്നുണ്ട് നല്ല വിശേഷം. അതങ്ങനെയൊക്കെ. ആയില്യം ഇന്ന് നാഗരാജ ക്ഷേത്രം പോയി. സൂപ്പർ. എടപ്പള്ളിയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കൊട്ടാരം ഗണപതി ക്ഷേത്രം, പാലസ് ടെമ്പിൾ. ഞാൻ ഇവിടെ ഉണ്ടേ മോനപ്പൻ ചേട്ടാ. ദേ സൈന ചേച്ചി നമ്പർ കിട്ടിയില്ല. അത് ഞാൻ അയച്ചുതരാം. ഷാജി എറിക്കാട്ട്, അതാ മാതാജി ഒരു ദുബായിലുള്ള മാതാജിയാണ്. മാതാജി എൻ്റെ അടുത്ത് GPay നമ്പർ ചോദിച്ചിരുന്നു. ഇല്ല, ഇത് പൂജാ റൂമല്ല. പൂജാ റൂം എന്ന് പറയാനില്ല പ്രഭു, കാരണം ഇത് ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു ഹാള്, ബെഡ്റൂം, കിച്ചൺ. അപ്പോൾ ഹാളിൽ തന്നെയാണ് ഭഗവാനെ വെച്ചിരിക്കുന്നത്. പൂജാ റൂം എന്ന് പറയാനൊന്നുമില്ല, എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാറ്. പഞ്ചാമൃതം കഴിഞ്ഞില്ല, പഞ്ചാമൃതം ഇനിയുണ്ട് ഇവിടെ. രാജലക്ഷ്മി അമ്മേ,
ഇന്ന് കുറച്ച് പൂ കിട്ടിയപ്പം പിന്നെ ഞാനൊന്നിങ്ങനെ. ഇനി എന്നാണ് കൊച്ചി വരുന്നതെന്ന്? ഫെബ്രുവരി 8, 9 ഒക്കെ ആയിരിക്കും. മെസ്സേജ് നോക്കാം സിമി മാതാജി. പൂജാസ്ഥാനമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാലേ ഭഗവാന് വൈകുന്നേരം മാലയുണ്ട്, പക്ഷെ ഞാൻ ഇട്ടില്ല. ഈ മാല തന്നെ പോട്ടെ എന്ന് ഓർത്ത്. കാരണം എന്താ അറിയോ, ഇന്ന് കൊണ്ടുവന്ന മാല രണ്ടും ഒരേപോലെ. അപ്പം എനിക്കൊരു വിഷമം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും എന്താ മാതാജി ഇങ്ങനെ പറയണേന്ന്. എന്താണെന്നറിയോ, ഞാനേ കാണിച്ചു തരാം മാല. ഇന്ന് വൈകുന്നേരത്തേക്ക് ചാർത്താൻ കൊണ്ടുവന്ന മാല, ഇന്ന് വൈകിട്ട് ചാർത്താൻ കൊണ്ടുവന്ന മാല എടുത്തേ. ആ മാലയും ഈ മാലയും ഒരേപോലെ. അപ്പം എനിക്കൊരു മനസാക്ഷിക്കുത്ത്. എന്താ സംഭവം എന്നറിയോ, ഞാനിനിയിപ്പോൾ ആ മാല എടുത്ത് ചാർത്തിയിട്ട് ഒരു ഡിവോട്ടിയുടെ പേര് പറയുമ്പം അവരങ്ങനെ ആലോചിക്കില്ലേ, മാതാജി മാല മാറ്റിയിട്ടില്ല, രാവിലത്തെ മാല തന്നെയാണിത് എന്ന് ചിന്തിക്കൂലേ? അങ്ങനെ എനിക്കൊരു തോന്നലല്ലേ. നിങ്ങളാരും അങ്ങനെ ചിന്തിക്കില്ല, എന്നാലും എനിക്കൊരു അപ്പം ഞാൻ വിചാരിച്ചു. കണ്ടോ, വൈകിട്ടത്തേക്ക് കൊണ്ടുവന്ന മാലയും ഒരു സെയിമാണ്, ഓൾമോസ്റ്റ് സെയിമാണ്. കണ്ടോ, അതിങ്ങനെ ഇങ്ങനെ 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 വളഞ്ഞിരിക്കുന്നു, ഇത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ചാർത്തിയില്ല. എനിക്കൊരു ഞാൻ വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ അവരൊക്കെ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ ചാർത്തിയില്ല. നാളെ രാവിലെ ഇടാൻ. അങ്ങനെ അമ്മേ ഞാൻ എത്തിപ്പോയി, വാടാ വരൂ, കയറി വരും മോനെ. നല്ല വിശേഷം അല്ലേ? സെയിം അല്ല, എന്നാലും ആ കളറൊക്കെ മാച്ചായപ്പോഴേ ഞാൻ ചാർത്തിയില്ല. കാരണം എങ്ങാനും അവർ വിചാരിക്കും എന്താ മാതാജി രാവിലെ ഇട്ട മാല തന്നെ ഇട്ടിട്ട് അങ്ങനെ കാണിച്ചു എന്ന് അവരുടെ മനസ്സിലൂടെ ചിന്തിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ചാർത്തിയില്ല. കൊച്ചി വരുമ്പോൾ പറയും വന്ന് കാണാം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ചീത്ത ചിന്തയല്ല, ഈ പ്ലേസിൽ ഇരിക്കുമ്പോഴേ ഓരോരുത്തരുടെ മനോഭാവം അറിയും. അതുകൊണ്ടാണ് ഞാൻ അത് ചാർത്താത്തത്. ഓരോരുത്തരുടെ സംശയം, ചിന്താഗതി, മനോഭാവം എല്ലാം ഈ ഒരു ചെയറിലിരിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ഓർത്തു ശരി വേണ്ട, നാളെ ചാർത്താം. വേറൊരു ഡിഫറെൻറ്റ് മാല ചാർത്തിയിട്ട് നാളെ വൈകിട്ട് ഇത് ചാർത്താമെന്ന് കരുതി. അപ്പോൾ പിന്നെ മിക്സായി പോവുമല്ലോ. അതർവൈസ് മാതാജി രാവിലെ ഇട്ട മാല തന്നെയല്ലേ അത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് ചാർത്തിയില്ല. ഭഗവാനോട് യമനിക്കിച്ചൂടെ ഇന്ന് ഈ മാലയിൽ തന്നെ ഇരിക്കും, നാളെ നമുക്ക് വേറെ ചാർത്താം. ഓക്കെ. പിന്നെ സായിറാം. കൃഷ്ണ സായി, ആ ചോദ്യം ചോദിക്കേണ്ട, അതിനിവിടെ മഞ്ജരീസിൽ ആൻസർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് ആൻസർ തരാത്തത്. പിന്നെ സുഖമായിരിക്കുന്നു. 2 മാലയാണ്, അതെ, രണ്ടും 2 ഡിഫറെൻ്റ് ആണ്. അമ്പോറ്റിക്കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ തന്നെയാണ്. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ കുറേ ദിവസമായിട്ട് ഉത്തരരാമചരിതാമൃതത്തിൻ്റെ വിളിക്കാം ഉഷ മാതാജി, നാളെ ആവട്ടെ. ഇനിയിപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ജോലിയുണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷായി മെസ്സേജ് നോക്കലും പാക്കിങ്ങും ഫോൺ വിളിയും ഒക്കെ ആവും. ഓക്കെ. അപ്പം നമ്മൾ ഉത്തരരാമചരിതാമൃതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കും ഉത്തരരാമചരിതാമൃതം ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടാണ് ഉത്തരരാമചരിതാമൃതവുമായി മുന്നോട്ട് പോകുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേ ഡൗട്ട്സ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പബ്ലിക്കിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ട്, അങ്ങനെ പല പല കൺഫ്യൂഷൻസ് പോകുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ശ്രീരാമസ്വാമിയെ വണങ്ങും. ഭഗവാൻ വിചാരിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല. അദ്ദേഹം ഏത് സമയത്ത് വരണം, അദ്ദേഹം ഏത് സമയത്ത് പോകണം, അദ്ദേഹത്തെ പ്രതി എന്ത് പ്രതിഷ്ഠ നടക്കണം, എന്ത് പ്രതിഷ്ഠ നടക്കണ്ട, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇതെല്ലാം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. നമ്മൾ അതിലൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് നമ്മൾ പോണ്ട, ഒരു സംശയമായിട്ട് നമ്മൾ പോണ്ട. നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് യാതൊരു സംശയവും ഭഗവാനെക്കുറിച്ചോ ഭഗവത് ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഒന്നും പാടില്ല. കാരണം എന്താ, നമ്മൾ ഒന്നും അറിയുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഭഗവാൻ ഓരോ സമയത്തും ഓരോ വ്യക്തികളെ ഓരോ കാര്യത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം അതാത് വ്യക്തികളുടെ നിയോഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ കഴിഞ്ഞു പോകും.
നമ്മൾ ഒരു സംശയവും വെക്കരുത്. ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും അല്ലെങ്കിൽ അതോടനുബന്ധിച്ച വസ്തുതകളെക്കുറിച്ചും സംശയത്തിന്റെ കണ്ണുകളിൽ കാണാനുള്ള ഒരു അർഹതയും നമുക്കില്ല. അങ്ങനെ ഒരു അപരാധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു ഭഗവാനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരാൻ നമ്മൾ ആരുമല്ല, അല്ലേ? അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തന്ന് കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലാക്കിക്കാനും നമ്മൾ ആരുമല്ല. കാരണം ആ ഒരു മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ചാലും തീരില്ല. അറിഞ്ഞാലും തീരില്ല. ഒരു വാക്കുകൾ കൊണ്ട് ക്ലിയർ ചെയ്ത് സംശയം ദൂരീകരിക്കേണ്ടത് ഒരു ചാപ്റ്റർ അല്ല ഭഗവാന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് അയോധ്യ എന്നുള്ള ഒരു അതെ, പ്രാർത്ഥനയാണ് നമ്മുടെ കർമ്മം. അയോധ്യ എന്നുള്ള ആ ഒരു ഭാഗത്തെക്കുറിച്ച് എന്ത് ടോക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും പോട്ടെ, നമ്മൾ അതിൽ മനസ്സോ ചിന്തയോ വാക്കോ കൊടുക്കരുത്. നമുക്ക് ഭഗവാൻ ഗീത എന്ന് പറയുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഗീതയിലൂടെ ജീവിക്കേണ്ടതെന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അത് പഠിക്കുക. നമ്മൾ നമ്മുടെ ഈ ഒരു മോക്ഷം കൈവരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ജന്മത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ? അതിലുപരി സംശയ ദൂരീകരണത്തിനും സംശയ നിവാരണത്തിനും ഒന്നായിട്ടും ഭഗവാനെ സംശയിക്കേണ്ടയും അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയെ സംശയിക്കേണ്ടതൊന്നും യോഗ്യതയൊന്നും നമുക്കില്ല. അതുകൊണ്ട് എനിക്കൊട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളുമല്ല, എനിക്ക് താല്പര്യവുമില്ല. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. യൂട്യൂബ് തുറന്നാലേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ചൊക്കെയുള്ള കുറേ ഡൗട്ട്സാണ്. അപ്പം നമ്മൾ അതൊന്നും ക്ലിയർ ചെയ്യാൻ പോകണ്ട. നമുക്ക് അങ്ങനത്തെ സംശയങ്ങളൊന്നുമില്ല. നമ്മൾ ഭഗവാൻ അത് തന്നെ. ഹരേ കൃഷ്ണ, വിജയ് പ്രഭു, പ്രണാമം. നമ്മൾ ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തോട് അടുക്കാൻ ശ്രമിക്കും. ഓക്കെ? ക്ലിയർ? ഹാപ്പിയാണല്ലോ ആ ആൻസറിൽ? അപ്പം നമുക്കറിയാം ശ്രീരാമചരിതം അല്ലേ? ശ്രീരാമചരിതമല്ല, ഉത്തര രാമചരിതാമൃതം. അതിലൂടെ നമ്മൾ പഠിച്ച് ഇങ്ങനെ വരികയാണ്. സീതാദേവിയെ കൊണ്ടുപോയി എവിടേക്കോ വിട്ടു. പാവം അദ്ദേഹമാണെങ്കിൽ നമ്മൾ ശത്രുഘ്നനെ ശ്രീരാമസ്വാമി മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ദിവ്യമായ ഒരു അസ്ത്രം കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? ഈ അസ്ത്രം ശത്രു സംഹാരക്ഷമവും ദിവ്യവും ഒരിക്കലും വിഫലമാകാത്തതുമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാവിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് വന്നിരിക്കുന്ന മധുകൈടവന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു അസ്ത്രമാണതെന്നും ആയുധമാണ്. അതുപോലെ തന്നെ ദേവന്മാരോ അസുരന്മാരൊന്നും ഈ ആയുധത്തെ അസ്ത്രത്തെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കഥയൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? ഓർമ്മയുണ്ടോ ആവോ? അത് മറന്നുപോയോ? ഇനി നമ്മൾ 51-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. ശത്രുഘ്നൻ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തുന്നതായിട്ട്. ഈ വാൽമീകിയുടെ ആശ്രമത്തിലാണ് ആരുള്ളത്? സീതാദേവി ഉള്ളത്. അപ്പം ശത്രുഘ്ന സ്വാമി വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് എത്താണ്. കഴിയുന്നതും എല്ലാവരും മഞ്ജരീസിന്റെ ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. ഷെയറിങ് വളരെ കുറവാണ്. എനിക്കതിലൊരു വിഷമമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഹൃദയം തുറന്ന് ചോദിക്കുന്നത് ഷെയറിങ് ആണ്. മാക്സിമം ഷെയർ ചെയ്യും. നമ്മുടെ കിച്ചൂട്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ മഞ്ജരീസിന് വേണ്ടി, നമ്മുടെ കുടുംബമല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യൂട്ടോ മാക്സിമം. അപ്പം മഹത്സേനയുമായി പുറപ്പെട്ടിരിക്കുന്ന ശത്രുഘ്നൻ വഴിയിൽ ഒരു മാസത്തോളം താമസിച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് വാൽമീകിയുടെ പുണ്യാശ്രമത്തിൽ പ്രവേശിച്ച് മുനിപുങ്കവനായിരിക്കുന്ന വാൽമീകിയെ അഭിവാദ്യം ചെയ്തു. ജയ് സീതാറാം. എന്താണ്? മഹത്സേനയുമായി പുറപ്പെട്ടിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത്? ശത്രുഘ്നൻ വഴിയിലൊരു മാസത്തോളം താമസിച്ചു. ഒരു സേനയുമായി ചെന്നിരിക്കുകയാണ്. എന്നിട്ട് വഴിയിൽ ഒരു മാസത്തോളം താമസിച്ചിട്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ മുനിപുങ്കവനായിരിക്കുന്ന എന്നാണ് പറഞ്ഞത്. മുനിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹത്തെ, എങ്കിലും ഞാൻ ദിവ്യയുടെ അഡ്രസ്സിലേക്ക് പഞ്ചാമൃതം അയച്ചിരും. വാൽമീകി മഹർഷിയെ അഭിവാദ്യമൊക്കെ ചെയ്തു. ഹേ മഹർഷി, ജ്യേഷ്ഠൻ ഏൽപ്പിച്ചുവിട്ട ഒരു കൃത്യം നിർവഹിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇന്നിവിടെ വസിച്ച് നാളെ ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തുടരാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. ശത്രുഘ്നൻ പറഞ്ഞത് കേട്ടിട്ട് മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശത്രുഘ്ന, ഭവാന് സ്വാഗതം. ഈ ആശ്രമം രഘുവംശജാതരുടേത് തന്നെയെന്നും അതിനാൽ സ്വന്തമാണെന്നും കരുതിക്കൊള്ളുക. യാതൊരു സങ്കോചവും വിഷമവും കൂടാതെ അങ്ങ് ഇവിടെ താമസിച്ചാലും എന്ന് മുനിയും പറഞ്ഞു. നിങ്ങൾക്ക് പലർക്കും കഥ മറന്നുപോയി. എൻ്റെ മനസ്സ് പറയുന്നു, ശത്രുഘ്ന സ്വാമിയുടെ കഥയിലോട്ടൊക്കെ എങ്ങനെ എത്തി, ശത്രുഘ്നൻ എവിടെ പോകുന്നു എന്ന ഡൗട്ട് നിങ്ങളിലുണ്ട് എന്ന്. ഉള്ളവർ പറയും. താങ്ക് യു സനീഷ്, താങ്ക് യു സോ മച്ച്. പറയും, സംശയമുള്ളവർ പറയും.
ഞാൻ കണക്ട് ചെയ്തുതരാം. ജയ് ഗുരുദേവ്. പറയൂ, കണക്ട് ചെയ്തുതരാം. ആർക്കൊക്കെയോ എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങളിൽ ആർക്കൊക്കെയോ കഥ വിട്ടുപോയി എന്ന്. അത് നിങ്ങളുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. കാരണം ഞാൻ ക്ലാസ് കുറച്ച് ഡിസ്റ്റൻസിൽ പഠിച്ചതാണ്. അതാണത് മറന്നു പോയിരിക്കുന്നത്. ഒന്നും വിഷമം വിചാരിക്കണം. കണക്ട് ചെയ്തുതരാം കഥ, അപ്പം മനസ്സിലാവും. പറയൂ, കഥ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയൂ, ഓപ്പണായിട്ട് പറയൂ, ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇത് മഞ്ജരീസാണ്. ആരും നിങ്ങളൊന്നും പറയില്ല. മാതാജി കഥ ഒന്നുകൂടെ പറയൂ. യെസ്, എക്സാക്ട്ലി പറഞ്ഞുതരാം. ശത്രുഘ്നനൊക്കെ കയറി വന്നപ്പോൾ എവിടെയാന്ന് കഥ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പറ. സൈനി ചേച്ചി പറഞ്ഞു, വേറെ ആർക്കെങ്കിലും കഥ വിട്ടുപോയതുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയും, ഞാൻ എടുത്തരാം. എനിക്കൊന്നും വിഷമമില്ല. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തരും. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, പറഞ്ഞുതരാം. നമ്മുടെ ലവണാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ വന്നിട്ട് യമുനയുടെ തീരത്തുള്ള മുനിമാരെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു, അവരെയൊക്കെ കൊന്നു. അങ്ങനെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ലവണാസുരൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ശ്രീരാമസ്വാമിയുടെ അടുത്ത് പോയി സങ്കടം പറഞ്ഞില്ലേ യമുനയുടെ തീരത്തുള്ള ആൾക്കാരൊക്കെ. അപ്പം എന്താ പറയാ, ഭാർഗവ മഹർഷി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പണ്ട് കൃതയുഗത്തില് ലോലന്റെ മകനായിട്ട് മധു എന്ന് പറയുന്ന ഒരു ബ്രഹ്മണ്യനും ശരണ്യനും ഉള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയൊക്കെ കണ്ടിട്ട് പരമേശ്വരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ശൂലത്തിൽ നിന്ന് നല്ല പ്രഭാമയമുള്ള ഒരു ശൂലം ആ അസുരന് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ആ ശൂലം വെച്ചിട്ട് ഇവരിങ്ങനെ കുറെ മഹർഷിമാരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ മധു എന്ന് പറയുന്ന അദ്ദേഹം ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീടൊക്കെ ഉണ്ടാക്കി വിശ്വാവസിന്റെ അനലേന്റെയും മകളായ കുംഭനീസി എന്നുള്ള പേരുള്ള ഭാര്യയായിട്ട് അവിടെ അങ്ങനെ താമസിച്ച് പാപപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് വന്നു. ഓർക്കുന്നുണ്ടോ? 3 ലോകങ്ങളെയും മധുവിന്റെ മക്കൾ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ലവണൻ എന്ന് പറയുന്ന അസുരൻ ഒരുപാട് പേരിങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ശ്രീരാമസ്വാമി ചോദിച്ചു, ആരാണ് ലവണനെ കൊല്ലാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം ലക്ഷ്മണനും ഭരതനും ഒക്കെ വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം ശത്രുഘ്നൻ പറഞ്ഞു, ലവണാസുരനെ ഞാൻ വധിച്ചോളാം ചേട്ടാ, എനിക്കതിനുള്ള അവസരം തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി ശത്രുഘ്നനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ദിവ്യമായിരിക്കുന്ന ഒരു അസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, പണ്ട് എന്താ പറയാ, മഹാവിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു 2 മധുകൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാരുണ്ട്. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസ്ത്രം ഉണ്ടായിരിക്കുന്നത്. ഈ അസ്ത്രം വെച്ചിട്ട് കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് ശത്രുഘ്നൻ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ലവണാസുരനെ തേടി പോകുന്നത് ഓർമ്മ കിട്ടിയില്ലേ? അതാണ്. അങ്ങനെ ആ സേനയുമായിട്ട് നേരെ ശത്രുഘ്നൻ എന്ത് ചെയ്ത് ഒരു ലവണാസുരനെ തേടി പോവാണ്. പോകുന്ന സമയത്ത് 1 മാസത്തോളം വഴിയിലൊക്കെ താമസിച്ചിട്ട് നേരെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വാൽമീകി മഹർഷിയെ അഭിവാദ്യം ചെയ്തതിനു ശേഷം വാൽമീകി മഹർഷി പറഞ്ഞു, ഇത് ഒന്നും വിഷമിക്കേണ്ട, ഇത് രഘുവംശജാതരുടെ ആശ്രമം തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ താമസിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശത്രുഘ്ന സ്വാമി പോവാണ് ലവണാസുരനെ കൊല്ലാൻ വേണ്ടി. ഇപ്പോ ഓർമ്മ വന്നില്ലേ? ഓക്കെ. അങ്ങനെ ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്ത് വാൽമീകി കൊടുത്ത ഫലമൂലാദികളൊക്കെ കഴിച്ച് തൃപ്തനായ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഒരു യജ്ഞത്തിന്റെ അവശിഷ്ടമായ ഭസ്മവും മറ്റുമൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് ആരുടെ ആശ്രമ പ്രദേശമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ വാൽമീകി മഹർഷി പറഞ്ഞു, പണ്ട് ഭവാന്റെ പൂർവീകനായിട്ട് സുദാസൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു വീരസഹൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹം കാട്ടില് നായാട്ടിനായി വന്നപ്പോ ശാർദൂലരൂപികളായിരിക്കുന്ന, അതായത് വളരെ എല്ലാവരും ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള 2 രാക്ഷസന്മാരെ കണ്ടു. എല്ലാ ജീവികളെയും കൊന്നു തിന്നുന്ന അവന്റെ ദുഷ്ടത കണ്ടപ്പോ രാജാവ് എന്ത് ചെയ്തു, അവരിൽ ഒരുവനെ വധിച്ചു കളഞ്ഞു. രാജാവിന്റെ മകൻ അവനിൽ ഒരാളെ വധിച്ചു കളഞ്ഞു. അത് കണ്ട മറ്റേ രാക്ഷസൻ എന്ത് ചെയ്തു, വീരസഹനോട് അതിനുള്ള എന്താ പറയാ പ്രതിക്രിയ ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെ ഒരു രാക്ഷസനെ കൊന്നപ്പോ 2 രാക്ഷസന്മാരുണ്ടായിരുന്നല്ലോ, അതില് നമ്മുടെ വീരസഹൻ എന്ന് പറയുന്ന രാജാവ് ഒരു രാക്ഷസനെ കൊന്നു. അപ്പൊ മറ്റേ രാക്ഷസൻ പറഞ്ഞു, ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നു പറഞ്ഞു. മിത്രസഹജൻ രാജാവായി അദ്ദേഹത്തിന്റെ വസിഷ്ഠ നിയോഗത്താൽ ഒരു യാഗം അനുഷ്ഠിച്ചു. ആ അവസരത്തിൽ രാക്ഷസൻ എന്ത് ചെയ്തു, വസിഷ്ഠന്റെ രൂപത്തിൽ വന്നിട്ട് രാജാവിന്റെ അടുത്ത് ചെന്ന് മാംസസഹിതം ഭോജനം വേണമെന്ന് പറഞ്ഞു. മാംസവും കൂടി ചേർത്തിട്ട് ഭോജനം വേണം. ഇതിങ്ങനെ കേട്ടുപോയിക്കോ, കൺഫ്യൂഷനാണ്, ഞാൻ കണക്ട് ചെയ്തുതരാം നിങ്ങൾക്ക്.
അങ്ങനെ പാചകക്കാരന്റെ രൂപം ധരിച്ച് വസിഷ്ഠന് മനുഷ്യമാംസം വിളമ്പിക്കൊടുത്തു. തനിക്ക് അഭക്ഷ്യമായ മനുഷ്യമാംസം ഭക്ഷിക്കാൻ നൽകിയതിന്റെ ഉത്തരവാദി രാജാവായതുകൊണ്ട് വസിഷ്ഠൻ അദ്ദേഹത്തെ മനുഷ്യമാംസഭോജിയായ രാക്ഷസനായി തീരട്ടെ എന്ന് പറഞ്ഞു. ശാപം ഫലിച്ചപ്പോ ദേഷ്യം വന്ന മിത്രസഹൻ എന്ത് ചെയ്തു? തിരിച്ച് വസിഷ്ഠനെയും ശപിക്കാൻ പോയപ്പോ ഭാര്യയായിരിക്കുന്ന മദയന്തി തടഞ്ഞിട്ട് പറഞ്ഞു, രാജാവ് ശപിക്കാൻ വേണ്ടി കയ്യിലെടുത്ത ജലം തന്റെ പാദങ്ങളിൽ തന്നെ അർപ്പിച്ചു. രാജാവ് വസിഷ്ഠനെ ശപിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ജലം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കൽമശം പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് കൽമശപാതൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധമായത്. അത് അത്രയ്ക്ക് നിങ്ങൾ മൈൻഡിൽ വെക്കണം. അങ്ങനെ പോട്ടെ. പിന്നീട് അദ്ദേഹം വസിഷ്ഠനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജാവ് കുറ്റക്കാരനല്ലെന്നും രാക്ഷസനെ വഞ്ചിച്ചതാണെന്നും മനസ്സിലാക്കിയപ്പോൾ വസിഷ്ഠൻ ശാപമൊക്കെ വിട്ടിട്ട് 12 സംവത്സരത്തേക്ക് മാത്രമായിട്ട് ചുരുക്കിയെടുത്തു. അങ്ങനെ 12 വർഷം കഴിഞ്ഞ് ശാപമൊക്കെ അനുഭവിച്ച് ശാപവിമുക്തനായി വീണ്ടും രാജാവായിട്ട് അധികാരമേറ്റു. ആ കൽമശപാതൻ എന്ന് പറയുന്ന രാജാവിന്റെ യജ്ഞശാലയായിരുന്നു ഈ സ്ഥലം എന്നുള്ളത് നമ്മുടെ വാൽമീകി മഹർഷി ശത്രുഘ്ന സ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അത് അത്രയ്ക്ക് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമല്ല. അതൊരു പൂർവിക, അത് പോട്ടെ. അതുകൊണ്ടാണ് ഞാൻ അത് അത്രയ്ക്കത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്യേണ്ട. സീതയുടെ പ്രസവവും ശത്രുഘ്നന്റെ യമുനാ തട ഗമനവും, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ശത്രുഘ്ന സ്വാമി അങ്ങനെ വാൽമീകി മഹർഷിയുടെ പർണശാലയിൽ താമസിച്ചപ്പോ ആ രാത്രിയിൽ തന്നെ സീത 2 കുട്ടികൾക്ക് ജന്മം കൊടുത്തു. മുനികുമാരന്മാരെന്ത് ചെയ്തു? സീതയുടെ പ്രസവ വാർത്ത സീതാദേവി പ്രസവിച്ചു എന്ന് വാൽമീകി മഹർഷിയോട് പറഞ്ഞു. വാൽമീകി മഹർഷി എന്ത് ചെയ്തു? ആ കുമാരന്മാർക്ക് രക്ഷാകർമ്മമൊക്കെ ചെയ്തു. പ്രസവാനന്തരമുള്ള രക്ഷാകർമ്മമൊക്കെ ചെയ്തു. കുശം, അതായത് ഒരുതരം ദർഭയാണത്. ദർഭയാണ് കുശം എന്ന് വിളിക്കുന്നത്. കുശം, ലവം എന്ന് പറഞ്ഞാൽ കറയാമ്പു. ലവം എന്ന് പറഞ്ഞാൽ കറയാമ്പു. ബിന്ദുമേ, കൂവളത്തിന്റെ ഇല ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് വെള്ളം കൊടുത്ത് വെക്കും. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെക്കും. എന്നിട്ട് വേണം അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വാടിപ്പോവില്ലല്ലേ? തന്നെ ഫ്രഷ് ഇലയല്ലേ? മണ്ണ് കഴുകണം. നമ്മുടെ മഹാദേവന് വേണ്ടിയിട്ടുള്ള ഇലയാണ്. അവന്തി വാങ്ങിച്ചു കൊണ്ടുവന്ന. അങ്ങനെ കുശവും ലവവും, അതായത് കുശം എന്ന് പറയുന്നത് ഒരു ദർഭയാണ്, ലവം എന്ന് പറയുന്നത് കറയാമ്പുവാണ്. അതുപയോഗിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മൂത്ത കുട്ടിക്ക് കുശനെന്നും രണ്ടാമത്തവന് ലവനെന്നും മഹർഷി പേരൊക്കെ കൊടുത്തു. സീതാദേവി പ്രസവിച്ച വിവരം അറിഞ്ഞിട്ട് ശത്രുഘ്നൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം ചേട്ടന്റെ ഭാര്യയല്ലേ. പിറ്റേ ദിവസം രാവിലെ തന്നെ ശത്രുഘ്നൻ എന്ത് ചെയ്ത്? വാൽമീകിയെ കണ്ട ശേഷം യാത്ര പറഞ്ഞ് യമുനയുടെ തീരത്തേക്ക് പോയി. അദ്ദേഹം അവിടെയുള്ള ആശ്രമങ്ങളിലൊക്കെ കാഞ്ചനൻ എന്ന് പറയുന്ന മുനിമാരും ഒക്കെ ആയിട്ട് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. യമുനാ തീരത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് മുനിമാരുമായിട്ട് ശത്രുഘ്ന സ്വാമി ഇങ്ങനെ നടക്കുകയാണ്. രാവിലെ ആയപ്പോ ലവണാസുരന്റെ അടുത്തേക്ക് ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്ത്? ശത്രുഘ്ന സ്വാമി ലവണാസുരന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ശത്രുഘ്ന സ്വാമിയുടെ ലക്ഷ്യം തന്നെ ലവണാസുരനെ വധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലവണാസുരന്റെ അടുത്തേക്ക് രാവിലെ ആയപ്പോൾ നമ്മുടെ ശത്രുഘ്ന സ്വാമി പോവാണ്. ഭൃഗു മഹർഷിയുടെ മകനായിരിക്കുന്ന ച്യവന മഹർഷിയോട്, ഭൃഗുവിന്റെ മകന്റെ പേരെന്താണ്? ച്യവന മഹർഷി. ച്യവന മഹർഷിയോട് ചോദിച്ചു, ലവണാസുരന്റെ കയ്യില് ഒരു മഹത്തായ ശൂലം ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് മഹർഷി എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നമ്മുടെ ച്യവന മഹർഷി അസംഖ്യം പേരെ വധിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ അവൻ കൊന്നിട്ടുണ്ട്. മാംധാതാവിനെ വധിച്ച കഥ അത് ഞാൻ പറഞ്ഞു തരാം. അയോധ്യയില് പണ്ട് യവനാശ്വന്റെ മകനായിട്ട് 3 ലോകങ്ങളിലും പ്രസിദ്ധനായിരിക്കുന്ന മാംധാതാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭൂമി മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാക്കിയിട്ട് ദേവലോകവും കൂടി സ്വന്തമാക്കാൻ വേണ്ടി പുറപ്പെട്ടു. അതറിഞ്ഞപ്പോ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു, ഭവാൻ ഭൂമി മുഴുവൻ സ്വന്തമാക്കിയില്ലേ, അതിനുശേഷം ദേവരാജ്യവും കൈക്കലാക്കാൻ വന്നാലും. അത് കേട്ടപ്പോ മാന്ധാതാവ് ഭൂമി മുഴുവൻ എന്റെ ചൊൽപ്പടിയിലാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേവേന്ദ്രൻ പറഞ്ഞു, ഭൂമി മുഴുവൻ അങ്ങയുടെ കയ്യിലാക്ക്,
എന്നിട്ട് ദേവലോകത്തേക്ക് വാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭൂമി മുഴുവൻ എൻ്റെ കയ്യിലാണ്, എന്നാൽ മധുവനത്തിലുള്ള മധുപുത്രനായിരിക്കുന്ന ലവണാസുരനെ കീഴടക്കിയോ എന്ന് ചോദിച്ചു. മാന്ധാതാവിനോട് ചോദിച്ചു. ഓ എന്റെ ദിവ്യ, നിന്നെ ഞാൻ എന്താ ചോദിച്ചത്? ഭൂമി മുഴുവൻ കയ്യിലാക്കി എന്ന് പറഞ്ഞില്ലേ? മധുവനത്തില് മധു എന്ന് പറയുന്ന രാക്ഷസന്റെ മകനായിരിക്കുന്ന ലവണാസുരൻ താമസിക്കുന്നുണ്ട്. ലവണാസുരനെ കീഴടക്കിയോ എന്ന് ചോദിച്ചു ദേവേന്ദ്രൻ. അപ്പൊ മാന്ധാതാവ് പറഞ്ഞു, ഇല്ല, അതിനായിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് മാന്ധാതാവ് ലവണന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. ലവണൻ എന്ത് ചെയ്തു? ദൂതനെ അങ്ങ് തിന്നു. രാജാവ് തന്നെ നേരിട്ട് അങ്ങ് ചെന്നു. ലവണാസുരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ശൂലം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു. എന്താ ചെയ്തത്? ശൂലം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു ലവണാസുരൻ മാന്ധാതാവിനെ. ഇത്രയും പറഞ്ഞ ശേഷം ശവന മഹർഷിയും മറ്റു മഹർഷിമാരും കൂടെ ലവണാസുരൻ നിശ്ചയമായിട്ടും പിറ്റേ ദിവസം ശത്രുഘ്നാൽ വധിക്കപ്പെടുമെന്ന് പറഞ്ഞു. ലവണാസുരൻ എന്തായാലും ലവണാസുരനെ അടുത്ത ദിവസം തന്നെ ശത്രുഘ്നൻ കൊല്ലും. അങ്ങനെ ശത്രുഘ്നനെ എല്ലാവരും ആശംസിച്ച് അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശത്രുഘ്നൻ എന്ത് ചെയ്ത് യമുനാ നദിയും കടന്നിട്ട് ലവണന്റെ താമസിക്കുന്ന സ്ഥലത്തെത്തി. യമുനാ നദി കടന്നാൽ ലവണൻ താമസിക്കുന്ന സ്ഥലത്തെത്തും. അവിടേക്ക് ആര് വന്നു? ദിവ്യ, ആ നമ്പർ നോട്ട് ചെയ്തെടുക്കൂ. 9744927626. ദിവ്യയും ആരാരും ആ നമ്പർ നോട്ട് ചെയ്തെടുക്കും. അങ്ങനെ യമുനാ നദിയൊക്കെ കടന്ന് നമ്മുടെ ശത്രുഘ്ന സ്വാമി ലവണൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ലവണൻ ഭക്ഷണം കണ്ടെത്തണമല്ലോ, ഭക്ഷണം സമ്പാദിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കണം. അത് മനസ്സിലാക്കിയ ശത്രുഘ്നൻ എന്ത് ചെയ്ത് അവൻ താമസിക്കുന്ന സ്ഥലത്ത് കവാടത്തിൽ തന്നെ ധനുഷ്പാണിയായിട്ട്, അതായത് ധനുഷോട് കൂടി ഇങ്ങനെ ശത്രുഘ്ന സ്വാമി നിൽക്കുകയാണ്. അവിടെ ആളില്ല, ആള് പുറത്തു പോയിരിക്കുക ഭക്ഷണം കണ്ടെത്താൻ. നേരം ഏതാണ്ട് ഉച്ചയായ സമയത്ത് രാക്ഷസൻ ഒരുപാട് ജീവികളെ തോളിലും തലയിലും കയ്യിലൊക്കെ വെച്ചുകൊണ്ട് രാക്ഷസൻ വരാം. കവാടത്തിൽ തന്നെ രാക്ഷസൻ നോക്കുന്ന സമയത്ത് ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശത്രുഘ്ന സ്വാമി നിൽക്കുകയാണ്. നീ എന്താ ചെയ്യാൻ പോണേ? ലവണൻ ചോദിച്ചു. ഇതുപോലെ ആയിരക്കണക്കിന് ആയുധവുമായി വന്നിരിക്കുന്ന മനുഷ്യരെയൊക്കെ ഞാൻ തിന്നിട്ടുണ്ട്. നീയും എന്റെ അകത്താവാൻ പോവാണ്. ഇന്നെനിക്ക് വേണ്ടത്ര ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ നീ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ് എനിക്ക് ഭക്ഷണമാവാൻ. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ തിന്നുകളയെന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ് വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലവണൻ. ക്രോധം കൊണ്ട് അവന്റെ ദേഹത്ത് നിന്ന് രശ്മികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ദേഷ്യം കൊണ്ട്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അതെ, ലവണന്റെ ശരീരത്തിൽ നിന്ന് ലവണന് തിന്നാൻ കിട്ടിയ ഒരാളെ നമ്മുടെ ശത്രുഘ്ന സ്വാമി. ഒട്ടനെ നമ്മുടെ ശത്രുഘ്ന സ്വാമി പറഞ്ഞു, ഹെടാ ദുഷ്ട, ഞാൻ നിന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ഒരുങ്ങി വന്നിരിക്കുന്ന നിന്റെ കാലനാണടാ. നീ എന്നെ തിന്നാൻ വരേ? അയോധ്യയിലെ രാജാവായിരിക്കുന്ന ദശരഥന്റെ മകനും ശ്രീരാമന്റെ സഹോദരനുമായിരിക്കുന്ന ശത്രുഘ്നനാണ് ഞാൻ എന്ന് പറഞ്ഞു. ശത്രുഘ്ന സ്വാമി പറഞ്ഞത് കേട്ടപ്പം ലവണാസുരൻ പറയണം, എടാ പരുഷധാമ, എന്റെ അമ്മയുടെ സഹോദരനെ രാമൻ ഒരു സ്ത്രീ ഹേതുവായിട്ട് വധിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നെത്തിയ നീയുമായി യുദ്ധം ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. ആര് പറഞ്ഞു? ലവണൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടു പേരും ഭയങ്കര യുദ്ധമായി. ആരൊക്കെ? ശത്രുഘ്ന സ്വാമിയും ലവണാസുരനും തമ്മിൽ യുദ്ധമായി. ലവണാസുരൻ എന്തു ചെയ്തെന്നറിയാമോ? ഒരു വലിയൊരു വൃക്ഷം എടുത്തിട്ട് അതങ്ങോട്ട് കടപുഴക്കി എടുത്തിട്ട് ശത്രുഘ്ന സ്വാമിയുടെ നേരെ ഒരു ഒറ്റയേറ് കൊടുത്തു. ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്തു? ബാണങ്ങളെല്ലാം പ്രയോഗിച്ചിട്ട് അതൊരു 100 കഷ്ണമാക്കിയിട്ട് ആ വൃക്ഷങ്ങളെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ആ സമയം നമ്മുടെ ലവണാസുരൻ നോക്കുമ്പോ ആ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായി തന്നെ പോയി.
അത് കണ്ടപ്പോഴത്തേക്ക് ലവണാസുരൻ കുറേ വൃക്ഷങ്ങൾ എടുത്തു. കാരണം ഇത് യമുനാ നദിയുടെ അപ്പുറത്താണല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് വനം ഉള്ള സ്ഥലമാണ്. കുറേ വൃക്ഷങ്ങൾ പറിച്ചെടുത്തിട്ട് ലവണാസുരൻ വീണ്ടും 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 നമ്മുടെ ശത്രുഘ്ന സ്വാമിയുടെ നേരെ എറിയാൻ തുടങ്ങി. അതെല്ലാം ശത്രുഘ്ന സ്വാമി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്തു? ശത്രുവിന്റെ നേർക്കങ്ങോട്ടേക്ക് ഒരുപാട് ബാണങ്ങൾ ലവണാസുരന്റെ നേരെ അങ്ങ് വിട്ടു. അങ്ങനെ ലവണാസുരൻ പറിച്ചെടുത്ത വൃക്ഷത്തിന്റെ ശക്തി കൊണ്ട് ശത്രുഘ്ന സ്വാമി ചില സമയത്തൊന്ന് ബോധം പോയി. ലവണാസുരൻ കുറേ വൃക്ഷങ്ങൾ പറിച്ചെറിയാണ്, എന്നാലും ഇടയ്ക്കൊന്ന് ശത്രുഘ്ന സ്വാമി ബോധം പോയി. ഋഷിമാരും ദേവഗന്ധർവന്മാരെല്ലാം അയ്യോ അയ്യോ ഹാ ഹാ എന്നങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. ശത്രുഘ്ന സ്വാമി വീണ് കിടക്കുന്നത് കണ്ടപ്പോ ലവണാസുരൻ വിചാരിച്ചു, അവന്റെ കഥ കഴിഞ്ഞു, ശത്രുഘ്നൻ മരിച്ചു. അങ്ങനെ ശൂലമെടുക്കാൻ ലവണാസുരൻ തയ്യാറായില്ല. അധികം താമസിയാതെ വൈകാതെ എന്താ പറയാ, ബോധം തിരിച്ചു കിട്ടിയ ശത്രുഘ്ന സ്വാമി ദിവ്യമായിരിക്കുന്ന ശരമങ്ങ് കയ്യിലെടുത്തിട്ട് ലവണന്റെ പുരദ്വാരത്തിൽ തന്നെ അങ്ങ് നിലയുറപ്പിച്ചു. തേജസ് കൊണ്ട് ജ്വലിക്കുന്നതും വജ്രത്തിന് തുല്യമായതും ഒരിക്കലും പരാജയപ്പെടാത്തതും അസുരരക്ഷാദികൾക്ക് ദാരുണവും കാലാഗ്നി തുല്യവുമായിരിക്കുന്ന ആ അസ്ത്രം കണ്ടപ്പം എല്ലാവരും ഭയപ്പെട്ടു. കാരണം ശ്രീരാമസ്വാമി തന്നെയാണ് ആ അസ്ത്രം ശത്രുഘ്ന സ്വാമിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ദേവന്മാരും മുനിമാരും എല്ലാവരും പോയിട്ട് ബ്രഹ്മാവിനോട് ഭയത്തെക്കുറിച്ച് പറഞ്ഞു. വലിയ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ. ശത്രുഘ്ന സ്വാമിയും ലവണാസുരനുമായിട്ട് ലോകമൊട്ടാകെ നശിക്കാൻ പോവാണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് ബ്രഹ്മാവ് എല്ലാവരെയും സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു, ഭയഹേതു എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഭയത്തിനുള്ള കാരണം എനിക്ക് മനസ്സിലായി. ലവണാസുരന്റെ വധത്തിനായിട്ട് ശത്രുഘ്നൻ ഉപയോഗിക്കാൻ പോകുന്ന അസ്ത്രത്തിന്റെ എന്താ പറയാ ദീപജ്വാലയാണത്. അതുപോലെ തന്നെ ലവണാസുരന്റെ വധത്തിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശത്രുഘ്ന സ്വാമി ആ ഒരു വലിയ ആയുധം എടുത്തിരിക്കുന്നത്. അതിന്റെ പ്രകാശമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. പണ്ട് മധുകൈടവന്മാരുടെ മരണത്തിനായിട്ട് വധത്തിനായിട്ട് വിഷ്ണു ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ആ അസ്ത്രം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും എടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന് ആര് പറഞ്ഞു? ബ്രഹ്മദേവൻ പറഞ്ഞു. ആകാശം മുഴുവൻ ദേവഗണങ്ങൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞതായിട്ട് ശത്രുഘ്ന സ്വാമി കണ്ടു. എല്ലാവരും ആകാശം മുഴുവൻ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. വീണ്ടും ലവണാസുരനോടടുക്കാണ് ആര്? ശത്രുഘ്ന സ്വാമി. അദ്ദേഹം തന്റെ ദിവ്യമായ അസ്ത്രം ലവണാസുരന്റെ നേർക്ക് ശത്രുഘ്ന സ്വാമി അങ്ങ് പ്രയോഗിച്ചു. ആ ബാണമാകട്ടെ രാക്ഷസന്റെ മാറിടം പിളർന്ന ശേഷം രസാതലത്തിൽ ചെന്ന് ദേവകളുടെ പൂജയും ഏറ്റുവാങ്ങി. വീണ്ടും ശത്രുഘ്നന്റെ ആവനാഴിയിലേക്ക് തന്നെ ആ അസ്ത്രം ചെന്ന് വീണു. വജ്രമേറ്റ പർവ്വതമെന്ന പോലെ ലവണാസുരന്റെ ദേഹം ഭൂമിയിൽ പതിച്ചു. ലവണാസുരൻ വധിക്കപ്പെട്ടപ്പോ അവന്റെ ശൂലം എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് തന്നെ പരമശിവന്റെ സന്നിധിയിലേക്ക് പോയി. കാരണം ആ ഒരു ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവന്റെ ശൂലത്തിൽ നിന്ന് വന്നതായിരുന്നു. അതിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ലവണാസുരന്റെ വധം കഴിഞ്ഞതിന് ശേഷം പരമശിവന്റെ സന്നിധിയിലേക്ക് ആ ശൂലം തിരിച്ചുപോയി. ശത്രുഘ്നാൽ ലവണാസുരൻ വധിക്കപ്പെട്ടപ്പോൾ ശത്രുഘ്ന സ്വാമി ലവണാസുരനെ വധിച്ചതിന് ശേഷം സന്തുഷ്ടരായ ദേവന്മാരെന്ത് ചെയ്തു? ഇന്ദ്രനെയും കൂട്ടി വന്ന് ശത്രുഘ്നനെ സന്ദർശിച്ച് ലവണാസുരന്റെ വധത്തിനുള്ള തങ്ങളുടെ സന്തോഷമെല്ലാം അറിയിച്ചു. കാരണം അത്രയും ഉപദ്രവകാരിയായിരുന്നു ലവണാസുരൻ. അങ്ങനെ ലവണാസുരനെ ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്തു? വധിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാരും വന്നിട്ട് ശത്രുഘ്ന സ്വാമിയെ സന്തോഷമെല്ലാം അറിയിച്ചു. അങ്ങനെ അവർ ചോദിച്ചതിനനുസരിച്ച് ശത്രുഘ്നൻ വരമായിട്ട് മധുരാപുരി
മധുപുരി വേഗത്തിൽ തനിക്ക് നിവാസയോഗ്യമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. ശത്രുഘ്ന സ്വാമി പറഞ്ഞു, മധുപുരി എനിക്ക് താമസിക്കാനുള്ള സ്ഥലമാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ദേവന്മാർ ശത്രുഘ്ന സ്വാമിയെ അനുഗ്രഹിക്കുകയും ചെയ്തു, ആ വരവും കൊടുത്തു. അങ്ങനെ ശത്രുഘ്ന സ്വാമി അവിടെ പ്രവേശിച്ച് രാജ്യഭരണമെല്ലാം നടത്തി. കോട്ടകളും മതിലുകളും ക്ഷേത്രങ്ങളും ചാതുർവർണ്ണാലയങ്ങളും പുഷ്പോദ്യാനങ്ങളും അതെല്ലാം കൊണ്ട് നിർമ്മിതമായിരുന്നു എന്ത്? മധുരാപുരി. അവിടെയാണ് നമ്മുടെ ശത്രുഘ്ന സ്വാമി ഭരിച്ചുകൊണ്ടിരുന്നത്. ശത്രുഘ്നന്റെ ഭരണകാലത്ത് എങ്ങനെയാണോ ശ്രീരാമസ്വാമി ഭരിച്ചിരുന്നത് അതേപോലെ പ്രജകൾ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. അവർക്ക് യാതൊരു സങ്കടങ്ങളും ഉണ്ടായില്ല. അങ്ങനെ പ്രജകളെല്ലാം സുഖമായി അവിടെ എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി. ലവണാസുരന്റെ പിടിയിലകപ്പെട്ട ആ ഒരു സ്ഥലം മുഴുവൻ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും നല്ല സ്ഥലമായി മാറി. കാരണം അവിടെ അത്രയും നാള് ലവണാസുരൻ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിപ്പിച്ച് പാവങ്ങളായ മഹർഷിമാരെയെല്ലാം തിന്ന് വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ലവണാസുരൻ മരിച്ചതിന് ശേഷം ആ സ്ഥലം നമ്മുടെ ശത്രുഘ്ന സ്വാമി വളരെ മനോഹരമായിരിക്കുന്ന കോട്ടകളും ഉദ്യാനങ്ങളും എല്ലാം വെച്ച് അവിടുത്തെ പ്രജകൾക്കെല്ലാം ശാന്തിയും സമാധാനവും കൊടുത്തു തുടങ്ങി. അങ്ങനെ 12 വർഷക്കാലം സുഖമായി മധുരാപുരിയിൽ താമസിച്ച ശേഷം ശത്രുഘ്ന സ്വാമി എന്ത് ചെയ്തു? ശ്രീരാമസ്വാമിയെ കാണാനായിട്ട് ശ്രീ അയോധ്യാധാമത്തിലേക്ക് പോയി. എവിടേക്കാ പോയത്? ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ശത്രുഘ്ന സ്വാമി 12 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അയോധ്യയിലേക്ക് പോകുന്നത്. കുറച്ചു കാലം അങ്ങനെ കുറച്ച് ഈ സൈന്യങ്ങളുടെ കൂടെ അകമ്പടിയോടെ ശത്രുഘ്ന സ്വാമി ഇങ്ങനെ പോവാണ്. വഴിയില് വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആര്? നമ്മുടെ ശത്രുഘ്ന സ്വാമി. അപ്പൊ 12 വർഷക്കാലത്തിന് ശേഷമാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പൊ അത്രയും കാലം നമ്മുടെ സീതാദേവി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലുണ്ട്. വാൽമീകി മഹർഷിയെ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചിട്ട് ശത്രുഘ്ന സ്വാമി ലവണാസുരനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ വാൽമീകി മഹർഷിയിലൂടെ കേൾക്കാൻ തുടങ്ങി. ലവണാസുരനെ വധിച്ചതിനുള്ള ആ ഒരു അഭിനന്ദനമൊക്കെ വാൽമീകി മഹർഷി ശത്രുഘ്ന സ്വാമിയെ അറിയിച്ചു. രാവണനെ വധിക്കാൻ കഴിഞ്ഞത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. എന്നാൽ ലവണാസുരനെ ശത്രുഘ്നൻ വളരെ എളുപ്പം അങ്ങ് വധിച്ചു കളഞ്ഞു അല്ലെ എന്നും പറഞ്ഞ് വാൽമീകി മഹർഷി എന്ത് ചെയ്തു? നമ്മുടെ ശത്രുഘ്ന സ്വാമിയുടെ നെറ്റിയില് കൃഷ്ണാർപ്പണമസ്തു. ക്ഷമിക്കണം, അത് ഇവിടെ ഇയർബഡ്സ് ഒന്ന് കണക്ട് ആവാൻ വേണ്ടി പോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അങ്ങനെ വാൽമീകി മഹർഷി പറയാണ്, രാവണനെ വധിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ലവണാസുരൻ എന്ന് പറയുന്ന ഈ അസുരനെ വധിക്കാൻ അത്രയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് വളരെ എളുപ്പം തന്നെ സാധിച്ചു. അതിന് നെറ്റ് കട്ടായതല്ല, നമ്മുടെ ഇയർബഡ്സ് കണക്ട് ആയി പോയതാണ്, ക്ഷമിക്കണം. കേൾക്കാലോ അല്ലേ? ഓക്കെ അല്ലേ? ഷെയറിങ് വളരെ കുറവാണ്, 111 ആയിട്ടുള്ളൂ തോന്നുന്നുണ്ടല്ലേ ഷെയറിങ്. കമന്റ് ഇട്ടോളൂ. ഓക്കെ ആണെങ്കിൽ കമന്റ് ഇട്ടോളൂ. ഓക്കെ. അങ്ങനെ ലവണാസുരനെ അഡ്മിൻസ് എവിടെ? അഡ്മിൻസ് കമന്റ് ഇടൂ. ലൈവ് റീകണക്ട് ആയില്ലേ? ഓക്കെ ദിവ്യ. അങ്ങനെ ലവണാസുരനെ ശത്രുഘ്നൻ വളരെ ഒരു ലീല പോലെ വളരെ നിസാരമായിട്ടാണ് വധിച്ചു കളഞ്ഞത് അല്ലെ. അതിൽ നമ്മുടെ വാൽമീകി മഹർഷിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ വാൽമീകി മഹർഷി ശത്രുഘ്നനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും എളുപ്പം ഇത് നടത്തുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ശത്രുഘ്ന സ്വാമി വേറൊരു മധുരമായ ഒരു അനുഭവം ഉണ്ടായി ശത്രുഘ്ന സ്വാമിക്ക്. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വാൽമീകി മഹർഷി പണ്ട് തന്നെ രചിച്ച ശ്രീരാമചരിതം, അതായത് വാൽമീകി രാമായണം മുഴുവൻ രാഗത്തോടും താളത്തോടും കൂടി കേട്ടപ്പോഴേക്കും നമ്മുടെ എന്താ പറയാ ശത്രുഘ്ന സ്വാമി അങ്ങ് വല്ലാതെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്താണ്? അത്രയും മനോഹരമായിട്ടാണ് വാൽമീകി രാമായണം കേൾക്കുന്നത്. ശത്രുഘ്ന സ്വാമി എന്താ പറയാ ആ ഒരു രാമായണം രാമായണം അങ്ങ് വാൽമീകി മഹർഷി എഴുതിയതിനു ശേഷം അത് കേൾക്കുന്ന ശത്രുഘ്ന സ്വാമി ശരിക്കും
ശരിക്കും ഭയങ്കരം സന്തോഷമായി. കാരണം അങ്ങനെ ഒരു രാമായണം അത് കേൾക്കാന്നൊക്കെ പറയുമ്പോഴേക്കും, അല്ലേ, വാൽമീകി രാമായണം കേൾക്കാന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കരം ഒരു സന്തോഷമാണ് ആർക്കുണ്ടായത്? നമ്മുടെ ശത്രുഘ്ന സ്വാമിക്ക് ഉണ്ടായത്. കാരണം അത് അദ്ദേഹത്തിന്റെ അത്രയും പ്രിയപ്പെട്ട ചേട്ടനെ കുറിച്ചുള്ള കാര്യമാണ്. അതും ആലോചിക്കണം, രാമചരിതമാണ് കേൾക്കുന്നത്, അതും എഴുതിയത് ആരാണ്? വാൽമീകി മഹർഷി. അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാന്ന് പറയുമ്പോൾ അത് അതിലേറെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ആർക്ക്? ശത്രുഘ്ന സ്വാമിക്ക്. മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. കേട്ടോളൂ വാൽമീകി രാമായണം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. കവിതക്കൊമ്പിലേറിയിട്ട് മധുരം മധുരാഢ്യമായി രാമരാമേതി കൂകുന്ന വാത്മീകിക്കുയിലേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. വാഗീശാദ്യ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ശ്രീമഹാഗണപതയേ നമഃ. വാണീ വീണാരവാസ്വാദലോലുപാവർണ്ണ വിഗ്രഹ വിദ്യാം വാചം മതിം ദദ്യാൽ സർവാംനായ സ്വരൂപിണേ. ഓം സംസരസ്വത്यै നമഃ. ശ്രീ പരമഋഷിഭ്യോ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ. രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്യുതം സീതാലംകൃതവാമഭാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദി സമസ്തവാനരഗണൈ സംസേവ്യമാനം സദാ വിശ്വാമിത്ര പരാശരാദിമുനിഭിः സംസ്തൂയമാനം ഭജേ. മകളെ, വാൽമീകി രാമായണമാണ്, മുഴുവൻ കേൾക്കാൻ നമുക്ക് പറ്റില്ല, ജസ്റ്റ് ഒരു തുടക്കം മാത്രം. അങ്ങനെ ശത്രുഘ്ന സ്വാമി വാൽമീകി മഹർഷിയുടെ ആ രാമായണം കേട്ടിട്ട് ശരിക്കും അദ്ദേഹത്തിന്റെ മനസ്സങ്ങ് നിറഞ്ഞു. കാരണം എന്താന്ന് ഓർത്തു കഴിഞ്ഞാൽ, പണ്ട് രചിച്ചു വെച്ച അതെല്ലാം അക്ഷരം പ്രതി സത്യമായി സംഭവിച്ചത് ഓർത്തിട്ട് ശ്രീരാമസ്വാമിയുടെ കണ്ണുകൾ അങ്ങ് വിസ്മയം കൊണ്ട് അങ്ങ് നിറഞ്ഞുപോയി. കൂടെ ഉണ്ടായിരുന്ന അനുയായികളെല്ലാവരും അത് കേട്ടങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അത് സ്വപ്നദർശനമാണോ എന്ന് പോലും അവർ സംശയിച്ചു. ഞങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ സ്വപ്നമാണോ? വാൽമീകി മഹർഷി അന്ന് തൊട്ടേ രചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് വാൽമീകി മഹർഷിയെ അഭിവാദ്യം ചെയ്ത ശേഷം ശത്രുഘ്ന സ്വാമി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം കേട്ട ശ്രീരാമചരിതം ഗീതത്തെ പറ്റി ആലോചിച്ച് ശത്രുഘ്ന സ്വാമിക്ക് ഉറക്കം വന്നില്ല. കാരണം ശ്രീരാമചരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ചേട്ടനനിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായ ബന്ധമാണല്ലേ. ശ്രീരാമസ്വാമിയും ഭരത മഹാരാജാവും അതുപോലെ ശത്രുഘ്ന സ്വാമിയും ലക്ഷ്മണസ്വാമി എന്നൊക്കെ പറഞ്ഞ ഇവര് 4 പേരെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രമായ ബന്ധമാണ്. ശ്രീരാ എന്ന് കേട്ടാൽ തന്നെ മതി ഈ ചേട്ടനനിയന്മാർക്കുള്ളിൽ വല്ലാത്തൊരു ആനന്ദ നിർവൃതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ശ്രീരാമചരിതം ഇങ്ങനെ കേട്ട് ആലോചിച്ച് നമ്മുടെ ശത്രുഘ്ന സ്വാമിക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. നേരം രാവിലെ ആയപ്പോൾ ശത്രുഘ്ന സ്വാമി രാവിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് വാൽമീകി മഹർഷിയുടെ അനുവാദത്തോടുകൂടി രഥത്തിൽ കയറി അയോധ്യയിലേക്ക് പോയി. അയോധ്യയിലെത്തിയ ഉടനെ ശത്രുഘ്ന സ്വാമി ശ്രീരാമസ്വാമി എവിടെയായിരുന്നോ അവിടെ ചെന്നിട്ട് മഹാത്മാവും തേജോമയനുമായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ അഭിവാദ്യം ചെയ്തിട്ട് അഞ്ജലീബദ്ധനായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ജ്യേഷ്ഠനാൽ ആജ്ഞാപിക്കപ്പെട്ടതെല്ലാം അതേപടി നിറവേറ്റിയിരിക്കുന്നു. ചേട്ടൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ലവണാസുരൻ വധിക്കപ്പെട്ടു ചേട്ടാ. മധുരാപുരി നിർമ്മിക്കപ്പെട്ടു. 12 വർഷക്കാലം അങ്ങയിൽ നിന്ന് വേർപെട്ട് ഞാൻ ഇരുന്നില്ലേ? അത് സ്വർഗത്തിലായാലും
എനിക്ക് സന്തോഷമില്ല. കാരണം ചേട്ടനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. 12 വർഷം ഞാൻ അങ്ങേ പിരിഞ്ഞിരുന്നില്ലേ ചേട്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമ്മുടെ ശ്രീരാമസ്വാമി പറയണ, ശൂരനായ ശത്രുഘ്ന, ആ കാരണത്താൽ നീ ദുഃഖിക്കരുത്. അത് ക്ഷത്രിയന് ചേർന്നതല്ല. പിരിഞ്ഞു താമസിക്കുന്നത് രാജാക്കന്മാർക്ക് മ്ലാനതയ്ക്ക് കാരണമാവാൻ പാടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നത്? ക്ഷത്രിയ ധർമാനുസൃതമായി പ്രജകൾ രക്ഷിക്കപ്പെടണം. ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജകൾ എന്നും രക്ഷിക്കപ്പെടണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിനക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകാലോ. അയോധ്യയിൽ വന്ന് നിനക്ക് എന്നെ കാണുന്നതിൽ എന്താ കുഴപ്പം ശത്രുഘ്ന? നിനക്ക് ഇവിടെ വന്നിട്ട് എന്നെ കണ്ട് തിരിച്ചു പോകാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ക്ഷത്രിയനായി നീ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞ് അതൊരു ക്ഷത്രിയന് ചേർന്നതല്ല ശത്രുഘ്ന. ശത്രുഘ്ന, ഇവിടെ ഒരു 7 ദിവസം താമസിച്ച ശേഷം പരിവാര സമന്വിതം നീ മധുരാപുരിയിലേക്ക് തന്നെ തിരിച്ചു പോകൂ. അവിടെയും കാര്യങ്ങൾ ഒരുപാടില്ലേ ശത്രുഘ്ന? എന്താ ഇത് കുട്ടികളെ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ശത്രുഘ്നൻ പറഞ്ഞു, ശരി എന്നാ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുഘ്ന സ്വാമി ഒരു 7 ദിവസം അവിടെ താമസിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പം അയോധ്യയിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് മധുരാപുരിയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. ശത്രുഘ്നനെ പറഞ്ഞയച്ച ശേഷം ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? സഹോദരന്മാരോട് കൂടി സുഖമായി രാജ്യഭരണം നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗ്രാമവാസിയായിരിക്കുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ, ആ ഗ്രാമത്തിൽ താമസിച്ച ഒരു വൃദ്ധ ബ്രാഹ്മണൻ എന്ത് ചെയ്ത് രാജദ്വാരത്തിൽ ചെന്നിരുന്ന് അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ബാലൻ, അതായത് ഒരു കുട്ടി, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു പോയതിനെ പറഞ്ഞ് പല വിധത്തിൽ ആ വൃദ്ധ ബ്രാഹ്മണൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ഒരു വൃദ്ധ ബ്രാഹ്മണൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു പോയതിനെ ചൊല്ലി പലതും പറഞ്ഞ് ഇങ്ങനെ ആ ബ്രാഹ്മണൻ കരയാൻ തുടങ്ങി. രാജാവായിരിക്കുന്ന ശ്രീരാമൻ ചെയ്ത എന്തോ ഒരു തീർത്തും തെറ്റായ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എൻ്റെ മകൻ മരിച്ചതും എനിക്ക് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നതും എന്നൊക്കെ പറഞ്ഞ് രാജദ്വാരത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെയും കൂട്ടി വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും, അതിന് ശ്രീരാമസ്വാമി ബ്രഹ്മഹത്യാ പാപം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ വൃദ്ധ ബ്രാഹ്മണൻ ഇതിങ്ങനെ കരയാണ്. ആ രാജകൊട്ടാരത്തിന്റെ വഴിയിൽ വന്നിരുന്നിട്ട് പറയാണ്, എൻ്റെ മകൻ മരിച്ചു, അതിന് കാരണം ശ്രീരാമനാണ്, ശ്രീരാമൻ ചെയ്ത എന്തോ ഒരു തെറ്റാണ് അതിന് കാരണം. ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി വന്നിട്ട് ഇവിടുന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും, ബ്രഹ്മഹത്യാ പാപം അന്നേരം ശ്രീരാമൻ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ബ്രാഹ്മണന്റെ കരച്ചില് കണ്ടപ്പോഴേക്കും ശ്രീരാമസ്വാമിക്ക് ആകെ ദുഃഖം വന്നു. ശ്രീരാമസ്വാമി നോക്കുമ്പോ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ കരയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ശ്രീരാമസ്വാമി എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തി. അന്നേരം ശ്രീരാമസ്വാമി നോക്കുമ്പോ എല്ലാ മന്ത്രിമാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് വസിഷ്ഠൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ, കശ്യപൻ, നാരദൻ എല്ലാ മഹർഷിമാരും വന്നു. എല്ലാവരും വന്നു. ശ്രീരാമസ്വാമി അവരെ എല്ലാം അഭിവാദ്യം ചെയ്ത ശേഷം ബ്രാഹ്മണകുമാരന്റെ മരണകാരണം എന്താണ്? എന്താ ബ്രാഹ്മണകുമാരൻ മരിച്ചത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ ആ കുമാരന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോ നാരദ മഹർഷി എന്ത് ചെയ്ത് ഓരോ യുഗത്തിലെയും വർണ്ണാധർമ്മങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു ശൂദ്രൻ അവന് നിഷിദ്ധമായിരിക്കുന്ന തപസ് ചെയ്യുന്നതാണ് ബാലമരണത്തിന് കാരണം. ഒരു ശൂദ്രൻ അവന് ചെയ്യാൻ പാടില്ലാത്ത തപസ് ചെയ്താൽ ബാലമരണം സുനിശ്ചിതമാണ്. അതിനുള്ള പ്രതിവിധി ചെയ്താൽ ബാലന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. നാരദൻ പറഞ്ഞത് കേട്ടപ്പോ ശ്രീരാമസ്വാമി ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ദുഃഖത്താൽ പീഡിതനായിരിക്കുന്ന ബ്രാഹ്മണനെ ആശ്വസിപ്പിക്ക്.
മരിച്ച ബാലന്റെ മൃതദേഹം എടുത്തിട്ട് തൈലത്തോണിയിൽ ഇട്ടിട്ട് കേടുകൂടാതെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? പുത്രദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണനെ പോയിട്ട് ലക്ഷ്മണ നീ ആശ്വസിപ്പിക്ക്. ആ കുട്ടിയുടെ ശവശരീരം എടുത്തിട്ട് ഒരു തൈലത്തോണിയിൽ വെച്ചിട്ട് അത് കേടാവാതെ സൂക്ഷിക്കുക. അതിൽ പിന്നെ ശ്രീരാമൻ ആ ഒരു സ്മരിച്ച ആ സമയം തന്നെ അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം പറന്നിങ്ങോട്ട് വന്നു. ബാണതീരങ്ങളും ഗഡ്ഗമൊക്കെ എടുത്ത് അദ്ദേഹം എന്ത് ചെയ്ത്, ബാണതുണീരങ്ങളും ഗഡ്ഗവും, ഗഡ്ഗം എന്ന് പറഞ്ഞ വാള്, ഇതെല്ലാം എടുത്ത് അദ്ദേഹം നേരെ പുഷ്പക വിമാനത്തിൽ കയറി. ഉത്തര, പൂർവ, പശ്ചിമ ദിക്കുകളെല്ലാം തിരഞ്ഞു നടന്നു. ദുഷ്കൃതം ചെയ്യുന്ന ആരെയും കാണുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്ന ആരെയും എവിടെയും കാണുന്നില്ല. അദ്ദേഹം എല്ലാ ദിക്കിലും ഈ പുഷ്പക വിമാനത്തിൽ കയറി യാത്ര ചെയ്യാണ്. ആര്? ശ്രീരാമസ്വാമി. പക്ഷെ എവിടെയും അങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളെയും കാണുന്നില്ല. ഒടുവിൽ ദക്ഷിണ ദിക്കിൽ തെരഞ്ഞപ്പോ അദ്ദേഹം കണ്ടു. എന്താ കാണുന്നത്? തല കീഴായിട്ട് ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നിട്ട് ഉഗ്ര തപസ് ചെയ്യുന്ന ഒരാളെ. ദക്ഷിണ ദിക്കിൽ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ തല കീഴായിട്ട് ഒരാൾ തൂങ്ങിക്കിടക്കാണ്. ശക്തമായ തപസ് ചെയ്യുന്ന ഒരാളെ കണ്ടു. ശ്രീരാമൻ അവനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തുദ്ദേശത്തോടെയാണ് നിങ്ങൾ തപസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശാംബുകൻ എന്നു പേരായ ഒരു ശൂദ്രനാണ്. എന്താണ്? ശാംബുകൻ എന്ന് പറയുന്ന ഒരു ശൂദ്രനാണ്. ശരീരത്തോടു കൂടി തന്നെ എനിക്ക് ദേവലോകത്തേക്ക് പോകണം. ആ ഒരു ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ശ്രീരാമസ്വാമി എന്ത് ചെയ്ത്, ശ്രീരാമസ്വാമിയുടെ വാളിങ്ങെടുത്തിട്ട് അവന്റെ തല അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അവന് മോക്ഷം ലഭിച്ചു. ശ്രീരാമസ്വാമിയാൽ വധിക്കപ്പെട്ടത് കൊണ്ട് അവന് മോക്ഷം ലഭിച്ചു. ആ സമയം തന്നെ ദേവന്മാര് വന്നിട്ട് പുഷ്പങ്ങൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. അവര് സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷവാന്മാരായ ദേവന്മാര് ശ്രീരാമനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു, മരിച്ച ബ്രാഹ്മണ ബാലൻ ജീവിക്കണം. ശൂദ്രമുനി വധിക്കപ്പെട്ട ഉടനെ തന്നെ, ആ ഒരു തപസ് ചെയ്ത ശൂദ്രമുനി അദ്ദേഹം മരിച്ച ഉടനെ തന്നെ ബ്രാഹ്മണ ബാലൻ പുനർജീവിച്ചു. ഇന്ദ്രൻ മറുപടിയും പറഞ്ഞു. ഉടനെ ബ്രാഹ്മണ ബാലൻ പുനർജീവിച്ചു. തങ്ങൾക്ക് അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ ദേവന്മാര് നേരെ എന്ത് ചെയ്തു? ദേവന്മാര് ശ്രീരാമസ്വാമി പുഷ്പക വിമാനത്തിൽ കയറ്റി. ദേവന്മാര് പറഞ്ഞു ശ്രീരാമസ്വാമിയോട്, ഞങ്ങൾക്ക് അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശ്രീരാമസ്വാമി ദേവന്മാരെ എല്ലാം പുഷ്പക വിമാനത്തിൽ കയറ്റി. 12 വർഷക്കാലം ജലശയ്യയിൽ കിടന്ന് ദീക്ഷ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ അഗസ്ത്യമുനി. 12 വർഷക്കാലം എവിടെ ഉണ്ടായിരുന്നു? ജലശയ്യയിൽ കിടന്നിട്ട് ദീക്ഷ അനുഷ്ഠിച്ചിരുന്ന അഗസ്ത്യൻ അത് നിർത്തിയിട്ട് ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രീരാമനും ദേവന്മാരും എല്ലാവരും ചേർന്ന് അഗസ്ത്യരുടെ ആശ്രമത്തിലെത്തി. മഹർഷിയെ വന്ദിച്ചു. മഹർഷിയാൽ പൂജിക്കപ്പെട്ട ദേവന്മാർ ദേവലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. നേരെ ദേവലോക. അതിൽ പിന്നെ ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗസ്ത്യനെ പോയി അഭിവാദ്യം ചെയ്തു. നേരെ ശ്രീരാമസ്വാമി പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗസ്ത്യനെ പോയി അഭിവാദ്യം ചെയ്തു. അഗസ്ത്യമുനി എന്താ ചെയ്തത്? ശ്രീരാമന് സ്വാഗതം പറഞ്ഞ ശേഷം, വരൂ ശ്രീരാമ എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞിട്ട് ആതിഥ്യ മര്യാദകളെല്ലാം ശ്രീരാമസ്വാമിക്ക് ചെയ്ത ശേഷം അന്ന് അവിടെ താമസിച്ചിട്ട് നാളെ തിരിച്ചു പോകാമെന്ന് ശ്രീരാമസ്വാമിയോട് ആര് പറഞ്ഞു? അഗസ്ത്യമുനി പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി ആ രാത്രി അവിടെ അങ്ങ് താമസിച്ചു. എവിടെ? അഗസ്ത്യമുനിയുടെ താമസ സ്ഥലത്ത്. അഗസ്ത്യമുനി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, അങ്ങ് സാക്ഷാൽ നാരായണനാണ്. അങ്ങയിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. സനാതനവും പുരുഷോത്തമനുമായിരിക്കുന്ന അങ്ങ് എല്ലാ ദേവന്മാരുടെയും പ്രഭുവാണ്.
വിശ്വകർമാവിനാൽ നിർമ്മിതമായതും ദിവ്യവുമായിരിക്കുന്ന ഈ ആഭരണം അങ്ങ് സ്വീകരിച്ചാൽ. ആരാ പറയുന്നത്? അഗസ്ത്യമുനി. ആരോട്? ശ്രീരാമചന്ദ്ര പ്രഭുവിനോട്. ഒരുവനിൽ നിന്ന് ദാനമായി കിട്ടിയത് വീണ്ടും ദാനം ചെയ്യുന്നതിൽ വളരെ ഫലമുണ്ട്. അതായത് നമുക്കൊരാൾ ഒരു സാധനം ദാനമായി തന്നാൽ അത് നമ്മൾ വീണ്ടും ദാനം കൊടുക്കുമ്പോൾ അതിന് വളരെ ഫലമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് ഭരണകാര്യത്തിൽ വളരെ ശക്തനാണ്. ഇന്ദ്രാദികളെ പോലും തടഞ്ഞു നിർത്തുവാൻ അങ്ങേക്ക് കഴിവുണ്ട്. അതിനാൽ ഈ ആഭരണത്തിന് അങ്ങ് അർഹനാണ് എന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമസ്വാമി ക്ഷത്രിയന്മാരുടെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, പ്രതിഗ്രഹം, അതായത് ദാനം വാങ്ങൽ ബ്രാഹ്മണന് വിധിക്കപ്പെട്ടതല്ലേ. അപ്പോൾ ക്ഷത്രിയനായ ഞാനിതെങ്ങനെ സ്വീകരിക്കും? ക്ഷത്രിയെന്ന് പ്രതിഗ്രഹം നിഷിദ്ധമാണ്. അതായത് ഒരാൾ ദാനം കൊടുത്ത സാധനം, ഇപ്പോ ദീപ കെ ബി മാതാജി, ആ മാതാജിക്ക് വിജയ് സെൽവരാജ് മാതാജി ഒരു ഗിഫ്റ്റ് കൊടുത്തു. ദീപ മാതാജി ആ ഗിഫ്റ്റ് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ വാങ്ങുന്ന വ്യക്തി ബ്രാഹ്മണനായിരിക്കണം. ക്ഷത്രിയനാണെങ്കിൽ അത് വാങ്ങാൻ പാടില്ല. ക്ഷത്രിയന്റെ ധർമ്മം അതാണ്. അതായത് ദാനം കിട്ടിയത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാനൊരു ക്ഷത്രിയനാണ്, എനിക്ക് പ്രതിഗ്രഹം നിഷിദ്ധമാണ്, വാങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് ബ്രാഹ്മണനാൽ ദാനം ചെയ്യപ്പെടുന്നത് അത് വാങ്ങാൻ പാടില്ല എന്ന് ശ്രീരാമസ്വാമി പറഞ്ഞത് കേട്ടപ്പോ നമ്മുടെ അഗസ്ത്യ മഹർഷി പറഞ്ഞു, ഹേ രാമ, പണ്ട് കൃതയുഗത്തിൽ ദേവന്മാർക്ക് നാഥനായിട്ട് ഇന്ദ്രൻ ഉണ്ടായിരുന്നു. എങ്കിലും ഭൂമിയിലെ പ്രജകൾക്ക് രാജാവായി ആരും ഉണ്ടായില്ല. ആ പ്രജകളെല്ലാം കൂടി ദേവേന്ദ്രനെ ചെന്ന് കണ്ടിട്ട്, മനുഷ്യശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് രാജാവായി തരണമെന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാവരും പാപങ്ങളൊന്നും ചെയ്യാതെ അദ്ദേഹത്തെ പൂജിച്ചോളാം, രാജാവില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഇന്ദ്രൻ അടക്കമുള്ള ലോകപാലകന്മാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരുടെ തേജസിന്റെ അംശങ്ങൾ സമാഹരിക്കാൻ ആവശ്യപ്പെട്ടു. ലോകത്തുള്ള എല്ലാ പാലകന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ബ്രഹ്മാവ് അവരുടെ തേജസിന്റെ ഓരോരോ അംശം എടുക്കാൻ പറഞ്ഞു. അവരുടെ തേജസ് ഒന്നൊന്നായി ചേർത്തിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്ത്? ക്ഷുഭൻ എന്ന് പറയുന്ന രാജാവിനെ സൃഷ്ടിച്ചു. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരുടെയും തേജസ് എടുത്തിട്ട് ബ്രഹ്മദേവൻ ക്ഷുഭൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ ഉണ്ടാക്കി. ആ രാജാവ് ഇന്ദ്രന്റെ അംശം കൊണ്ട് ഭൂമി ഭരിച്ചു. ഓക്കെ, വരുണന്റെ ഭാഗം കൊണ്ട് പോഷണം നടത്തി. കുബേരന്റെ അംശം കൊണ്ട് സമ്പത്തുണ്ടാക്കി. ആര്? ക്ഷുഭൻ എന്ന് പറയുന്ന രാജാവ്. യമന്റെ ഭാഗം കൊണ്ട് പ്രജകളെല്ലാം ശിക്ഷണം നടത്തി. ഇപ്പോ അങ്ങ് ഇന്ദ്രന്റെ ഭാഗം കൊണ്ട് ഈ ആഭരണത്തിന്റെ സ്വീകരണം നടത്തണമെന്ന് അഗസ്ത്യമുനി പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഈ ആഭരണം സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി എന്ത് ചെയ്ത്? ആ ആഭരണം നമ്മുടെ അഗസ്ത്യ മഹർഷിയിൽ നിന്ന് സ്വീകരിച്ചിട്ട് അത് എവിടെ നിന്നാണ് അഗസ്ത്യ മഹർഷിയുടെ കയ്യിലേക്ക് ആ ആഭരണം എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അഗസ്ത്യ മഹർഷി ആ കഥ പറഞ്ഞു. പണ്ട് പണ്ട് തേത്രായുഗത്തില് 100 യോജന വിസ്താരണമുള്ള പക്ഷിമൃഗാദികളോ മനുഷ്യരോ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ അഗസ്ത്യമുനി എത്തിച്ചേർന്നു. ആ സ്ഥലത്തിന്റെ, ആ ആരണ്യത്തിന്റെ, അതായത് വനത്തിന്റെ നടുക്കായിട്ട് ഹംസം, ചക്രവാകം അങ്ങനെയുള്ള കുറച്ച് പക്ഷികളുള്ളതും പത്മോലാപ്തി പുഷ്പങ്ങൾ നിറഞ്ഞതുമായ, പത്മം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്, അങ്ങനെയുള്ള കുറച്ച് പുഷ്പങ്ങളൊക്കെ നിറഞ്ഞ ഒരു നല്ലൊരു നദി കണ്ടു. എന്താണ്? നമ്മുടെ ഹംസവും ചക്രവാകവും അങ്ങനെയുള്ള കുറച്ച് പക്ഷികളും പിന്നെ താമരപ്പൂവ്, ആമ്പൽപ്പൂവും ഒക്കെയുള്ള ഒരു കുളം കണ്ടു. ആ സരസിന്റെ തീരത്തായിട്ട്, ആ നദിയുടെ തീരത്തായിട്ട് താപസികൾ ആരും, അതായത് തപസ് ചെയ്യുന്ന മഹർഷിമാരാരും ഇല്ലാത്ത ഒരു പഴയ ആശ്രമം ഉണ്ടായിരുന്നു. അന്ന് രാത്രി നമ്മുടെ അഗസ്ത്യമുനി അവിടെ അങ്ങ് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്നപ്പോ ആ നദിയില് ഒരു ശവശരീരം കണ്ടു. ആര് കണ്ടു? നമ്മുടെ അഗസ്ത്യമുനി കണ്ടു. അത്
എവിടുന്ന് വന്നു? ഇന്നലെ വരെ ഇതിവിടെ ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ദിവ്യമായ വിമാനം വന്നു. അതില് സ്വർഗവാസിയായ ഒരാളുണ്ടായിരുന്നു. ആ വിമാനത്തില് പാടുകയും ആടുകയും ചെയ്യുന്ന കുറേ അപ്സരസുകളും ഉണ്ടായിരുന്നു ആ വിമാനത്തില്. അങ്ങനെ അഗസ്ത്യമുനി നോക്കി നിൽക്കെ തന്നെ ആ ദിവ്യ പുരുഷൻ, സ്വർഗവാസിയായിരിക്കുന്ന ആ ദിവ്യ പുരുഷൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ സരസിൽ പോയിട്ട് നേരെ ആ ശവശരീരം എടുത്ത് തിന്നാൻ തുടങ്ങി. നല്ല പുഷ്ടിയുണ്ടായിരുന്ന അതിൽ നിന്ന്, അതായത് നല്ല വലിയ ശവശരീരത്തിൽ നിന്ന് വേണ്ടോളം ശവത്തിന്റെ ആ മാംസഭാഗങ്ങളെല്ലാം ആ ദിവ്യനായിരിക്കുന്ന പുരുഷൻ ഭക്ഷിക്കാൻ തുടങ്ങി. ഭക്ഷിച്ച ശേഷം ആചമനം ചെയ്തിട്ട് വിമാനത്തിൽ കയറാൻ തുടങ്ങി ആ ദിവ്യ പുരുഷൻ. അപ്പോ നേരെ അഗസ്ത്യമുനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേവസന്നിഭനായിരിക്കുന്ന അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അഗസ്ത്യമുനി ചോദിച്ചു, അങ്ങ് ആരാണ്? മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഭവാന്റെ ആഹാരം ഇപ്പൊ അങ്ങ് കഴിച്ചതൊരു ശവമല്ലേ? അതൊരു നികൃഷ്ടമായ കാര്യമല്ലേ? ഈ ശവമൊക്കെ തിന്നുന്ന അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. എന്താണ് അങ്ങ് ഇങ്ങനെയൊരു ആഹാരം കഴിക്കുന്നത്? അതും സ്വർഗവാസിയായിരിക്കുന്ന അങ്ങ്? ഇതെല്ലാം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ട അഗസ്ത്യമുനിയുടെ ചോദ്യം കേട്ട ആ ദിവ്യ പുരുഷൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, പണ്ട് വിദർഭയിൽ രാജാവായിരുന്ന സുദേവൻ എന്ന് പ്രസിദ്ധനായിരുന്നു എൻ്റെ അച്ഛൻ. എന്താ പറയുന്നത്? പണ്ട് വിദർഭയിൽ രാജാവായിരുന്ന സുദേവൻ എന്ന പ്രസിദ്ധനായിരുന്നു എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാരിലായിട്ട് 2 മക്കൾ ജനിച്ചു, ആൺകുട്ടികൾ. അവരിൽ മൂത്തവനായിരിക്കുന്ന എൻ്റെ പേര് ശ്വേതൻ എന്നാണ്. പണ്ട് വിദർഭയിൽ രാജാവായിരുന്ന സുദേവൻ എന്ന് പറയുന്ന രാജാവിന് 2 ഭാര്യമാരിൽ 2 ആൺകുട്ടികളുണ്ടായി. അതിൽ മൂത്ത മകനായിരിക്കുന്ന ശ്വേതനാണ് ഞാൻ എന്ന് പറഞ്ഞു. എൻ്റെ അനുജന്റെ പേര് സുരഥൻ എന്നാണ്. അപ്പൊ ആരൊക്കെയാണ്? ശ്വേതനും സുരഥനും. ഓക്കെ, അച്ഛന്റെ പേരെന്താണ്? സുദേവൻ. അദ്ദേഹം എവിടെയാണ്? പണ്ട് വിദർഭയിൽ രാജാവായിരുന്നു. എൻ്റെ പിതാവ് സ്വർഗതി പ്രാപിച്ചപ്പോ പൗരന്മാരെല്ലാവരും കൂടി, അതായത് എൻ്റെ അച്ഛൻ മരിച്ചപ്പം ആ നാട്ടിലെ പ്രജകളെല്ലാവരും കൂടി എന്നെ രാജാവായി അഭിഷേകം ചെയ്തു. ഞാനാണെങ്കിലോ 1000 വർഷക്കാലം നല്ല ധർമ്മനിഷ്ഠയോട് കൂടി രാജ്യം ഭരിച്ചു. അങ്ങനെ രാജ്യഭാരം ഒഴിഞ്ഞിട്ട് സുരഥനെ രാജാവാക്കിയിട്ട് ഞാൻ നാട് വിട്ടു. അതായത് അനിയനെ രാജാവാക്കിയിട്ട് അദ്ദേഹം നാട് വിട്ടു. മൃഗപക്ഷി വിവർജിതമായിരിക്കുന്ന ഈ വനത്തിൽ വന്നിട്ട്, മൃഗങ്ങളും പക്ഷികളും ഒന്നുമില്ലാത്ത ഈ വനത്തിൽ വന്നിട്ട് ഈ സരസിന്റെ തീരത്ത് ഞാൻ ഇങ്ങനെ തപസ് ചെയ്യായിരുന്നു. 3000 വർഷക്കാലം കഠിനമായ തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് ബ്രഹ്മലോകം കിട്ടി. എന്താണ് കിട്ടിയത്? ശ്വേതന് 3000 വർഷക്കാലം തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് ബ്രഹ്മലോകം കിട്ടി. അങ്ങനെ സ്വർഗത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ദാഹവും വിശപ്പും എല്ലാം കൊണ്ട് ഞാൻ വിഷമിക്കാൻ തുടങ്ങി. ഞാൻ ബ്രഹ്മാവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് സ്വർഗത്തിൽ ദാഹവും വിശപ്പും ഒന്നും ഉണ്ടാകാറില്ലല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ വിഷമിക്കുന്നത്? എന്താണ് എൻ്റെ ആഹാരം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് സാധുള്ള ഭക്ഷണം, സാധുള്ള മാംസമാണ് ആഹാരം എന്ന് പറഞ്ഞു. എന്താണ്? സാധുള്ള മാംസമാണ് എൻ്റെ ആഹാരം. തപസ് ചെയ്ത് പുഷ്ടിപ്പെടുത്തിയ സ്വന്തം ശരീരം തന്നെയാണ് ഭക്ഷിക്കേണ്ടത്. ഞാൻ സ്വൽപ്പ പോലും ദാനം ചെയ്യാത്തതാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു ദാനവും ചെയ്തിട്ടില്ല. അപ്പം ശരീരം തന്നെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരു ദാനവും ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായെന്ന് പറഞ്ഞു. അഗസ്ത്യമുനി അപ്പോഴാണ് അവിടെ വരുന്നത്. അന്ന് ഞാൻ ഈ ദുഷ്കൃത്യത്തിൽ നിന്ന് മുക്തനാവുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ആ ഒരു ശവശരീരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗസ്ത്യമുനി നിങ്ങളുടെ അടുത്തേക്ക് വരും, ശ്വേതന്റെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മുക്തനാകുമെന്ന് പറഞ്ഞു. ബ്രഹ്മാവിന്റെ തീരുമാനപ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന്
എൻ്റെ തന്നെ സമ്പുഷ്ടമായിരിക്കുന്ന മൃതശരീരം ദിവസവും കഴിച്ചുകൊണ്ടിരുന്നത്. നിത്യവും കഴിച്ചതുകൊണ്ട് ആ ശരീരത്തിന് നാശം സംഭവിക്കുന്നില്ല, എനിക്ക് തൃപ്തിയും ഉണ്ടാകുന്നില്ല. ഹേ ബ്രഹ്മർഷേ, അങ്ങനെ ഗർഹണീയ പ്രവൃത്തിയിൽ നിന്ന് മോചിപ്പിച്ചാൽ എനിക്കിത് താല്പര്യമില്ല. ഈ രാജാവ് പറയുന്ന, ശ്വേതൻ പറയാൻ, ഈ ആഭരണം അങ്ങ് സ്വീകരിക്കൂ, അങ്ങ് പ്രസാദിച്ചാലും. കൂടാതെ അങ്ങേക്ക് ഞാൻ ധാരാളം സ്വർണവും ധനവും വസ്ത്രങ്ങളെല്ലാം തരാണ്. എനിക്ക് ഇനിയെങ്കിലും ദാനം ചെയ്യണം. അങ്ങ് എന്നെ ഒന്ന് ഈ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിച്ചാലും ഈ ഭക്ഷണവും അങ്ങേക്കുള്ളതാണ്. അങ്ങേക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എനിക്ക് ദാനം ചെയ്തേ പറ്റൂ. ആ മനുഷ്യൻ അത്രയും പറഞ്ഞ് ആഭരണം അഗസ്ത്യമുനിയുടെ കയ്യിൽ കൊടുത്തു. അഗസ്ത്യമുനി അത് സ്വീകരിച്ച ആ സമയത്ത് തന്നെ ആ രാജർഷിയുടെ മുമ്പുണ്ടായ മനുഷ്യ ശരീരം നശിച്ചുപോയി. അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായ മനുഷ്യ ശരീരം നശിച്ചുപോയി. അദ്ദേഹം സന്തോഷത്തോടുകൂടി ദേവലോകത്തേക്ക് പോയി. അഗസ്ത്യൻ പറഞ്ഞ അത്ഭുതമായിരിക്കുന്ന ആ ഒരു കഥ കേട്ടപ്പോ ശ്രീരാമസ്വാമി ചോദിച്ചു, ഹേ മഹർഷേ, ശ്വേതൻ തപസ് ചെയ്തിരുന്ന വനം പക്ഷിമൃഗരഹിതമാണെന്നല്ലേ പറഞ്ഞത്? പക്ഷികളും മൃഗങ്ങളും ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ വനം എങ്ങനെയാണ് ശൂന്യമായി തീർന്നത്? അതെന്താ അവിടെ പക്ഷിമൃഗങ്ങളൊന്നും ഇല്ലാത്തത്? ശ്രീരാമന്റെ ചോദ്യത്തിന് അഗസ്ത്യമുനി പറഞ്ഞു, പണ്ട് കൃതയുഗത്തില് മനുവിന്റെ മകനായിട്ട് ഇക്ഷാകു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് കൃതയുഗത്തില് മനുവിന്റെ മകനായിട്ട് ഇക്ഷാകു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദേവന്മാരെ പോലെ ഇക്ഷാകുവിന് 100 മക്കളുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ഇളയ മകൻ മൂഢനും വിദ്യാഭ്യാസം ചെയ്യാത്തവനും ചേട്ടന്മാരെ അനുസരിക്കാത്തവനുമായിരുന്നു. ഏറ്റവും ഇളയ മകൻ ബുദ്ധി കുറഞ്ഞ അവന് ദണ്ഡൻ എന്നായിരുന്നു പേര്. ഇക്ഷാകുവിന്റെ 100 മക്കളിൽ അവസാനത്തെ മോന്റെ പേരാണ് ദണ്ഡൻ. പലപ്പോഴും അവന്റെ ദേഹത്തില് ദണ്ഡം പതിക്കാറുണ്ടായിരുന്നു. വിന്ധ്യാശൈല പർവ്വതങ്ങൾക്ക് ഇടയിലുള്ള രാജ്യം ഘോരമാണെന്ന് കണ്ടപ്പം ഇക്ഷാകു എന്ത് ചെയ്ത് ആ സ്ഥലം ദണ്ഡൻ അങ്ങ് കൊടുത്തു. ഇക്ഷാകു നേരെ വിന്ധ്യാശൈല പർവ്വതങ്ങൾക്ക് നടുവിലുള്ള എന്താ പറയാ ഇടയിലുള്ള ആ രാജ്യം ഒരു ദണ്ഡമായ സ്ഥലമാണ്, കൊള്ളാത്ത സ്ഥലമാണ്. ഇക്ഷാകു എന്ത് ചെയ്ത് ഈ സ്ഥലം ദണ്ഡൻ അങ്ങോട്ട് കൊടുത്തു. ദണ്ഡൻ ആ രാജ്യത്തിന് മധുമന്ദം എന്ന് പറയുന്ന പേര് കൊടുത്തു. ആ സ്ഥലത്തിന് മധുമന്ദം എന്ന് ദണ്ഡൻ പേരും വെച്ചു. അങ്ങനെ അവിടുത്തെ രാജാവായി ദണ്ഡൻ അങ്ങനെ ജീവിക്കുകയാണ്. അദ്ദേഹം ശുക്രാചാര്യനെയാണ് പുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ആര്? നമ്മുടെ ദണ്ഡൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ആചാര്യനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ചെന്നു. ആരെ കാണാൻ? നമ്മുടെ ശുക്രാചാര്യനെ കാണാൻ വേണ്ടി ദണ്ഡൻ ആശ്രമത്തിൽ ചെന്നു. ശുക്രാചാര്യർ ആ സമയത്ത് ആശ്രമത്തിൽ ഉണ്ടായില്ല. രാജാവ് അവിടെ ഉണ്ടായിരുന്ന ശുക്രന്റെ മകളായിരിക്കുന്ന അരജയെ കണ്ടു. ശുക്രാചാര്യരുടെ മകളായിരിക്കുന്ന അരജയെയാണ് നമ്മുടെ ദണ്ഡൻ എന്ന് പറയുന്ന രാജാവ് കാണുന്നത്. നല്ല സൗന്ദര്യം ഉണ്ടായ അവളില് ദണ്ഡന് ഒരാഗ്രഹം തോന്നി. അത് മാത്രമല്ല, അദ്ദേഹം അവളോട് പ്രേമാഭ്യർത്ഥന നടത്തി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ താൻ അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഈ രാജകുമാരി പറഞ്ഞു. പിതാവിനെ കണ്ട് വിവരം പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്യാം, അല്ലാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് ശുക്രാചാര്യരുടെ മകൾ പറഞ്ഞു. ദണ്ഡൻ എന്ത് ചെയ്ത് അവളെ ബലാത്കാരം അങ്ങോട്ട് പിടിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് മധുമന്ദം എന്ന് പറയുന്ന ദണ്ഡന്റെ നാട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ശുക്രാചാര്യർ ആശ്രമത്തിൽ വന്നു. ശുദ്ധാർത്ഥനായി അവിടെ എത്തിയ അദ്ദേഹം മകളെ ദീനയായിട്ടും പൊടിയില് എന്താ പറയാ പൊടിയിലൊക്കെ പുരണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത്രയും ഉപദ്രവിച്ചു ദണ്ഡൻ അവളവിടെ ഇട്ടിട്ടാണ് ദണ്ഡൻ പോകുന്നത്. ആശ്രമത്തിലെത്തിയപ്പം മകളാകെ പൊടിയിലൊക്കെ പുരണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. 3 ലോകങ്ങളും കേൾക്കുന്ന ദഹിപ്പിക്കുന്ന രീതിയിൽ ദേഷ്യം വന്ന ശുക്രാചാര്യര് ശിഷ്യന്മാരോട് പറഞ്ഞു, ദുർമതിയായ ദണ്ഡൻ തീ കൊണ്ടാണ് കളിക്കുന്നത്. അവൻ നിശ്ചയമായും നാശം കാണാൻ പോവാണ്. 7 അഹോരാത്രങ്ങൾ കഴിയുമ്പോഴേക്കും
ആ രാജാവ് പുത്രബലസമ്മിനിതം നാശം പ്രാപിക്കും, അവനും അവന്റെ മക്കളും എല്ലാം നശിക്കും. 100 യോജന വിസ്താരണമുള്ള ആ സ്ഥലം മുഴുവൻ ഇന്ദ്രനാൽ വർഷിക്കപ്പെട്ട പാംസു വർഷത്താൽ, അതായത് പൊടിമഴ കൊണ്ട് നശിച്ചു പോകും. അവിടെയുള്ള സകല ചരാചരങ്ങളും വസ്തുക്കളും ദണ്ഡനും അവന്റെ ആൾക്കാരും എല്ലാം പൊടിയിലാൽ നശിച്ചു പോകും. പൊടി വീണ് നശിക്കും അവൻ. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ താമസിക്കുന്ന ജനങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് താമസിപ്പിക്കാൻ പറഞ്ഞു. ശുക്രന്റെ ശാപം കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ആ ദണ്ഡന്റെ ആ സ്ഥലത്ത് നിന്ന്, മധുമന്ദത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം സ്വന്തം മകളോട് ആ ആശ്രമത്തിൽ തന്നെ താമസിച്ചോ, അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവളുടെ ആശ്രമ പരിസരത്ത് താമസിക്കുന്നവർക്കും പാംസു വർഷത്താൽ നാശം സംഭവിക്കില്ല എന്ന് പറഞ്ഞു. നീ ഇവിടെ താമസിച്ചോ, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന്. ദണ്ഡന്റെ രാജ്യവും ഭൃത്യന്മാരും സൈന്യങ്ങളും വാഹനങ്ങളും എല്ലാം 7 ദിവസം കൊണ്ട് ഭസ്മമായി പോയി. വിന്ധ്യാശൈല പർവ്വതങ്ങൾക്കിടയിലുള്ള ആ രാജ്യം മുഴുവൻ ശുക്രാചാര്യരുടെ ശാപത്തിനിരയായി. ഈ സ്ഥലമാണ് ദണ്ഡകാരണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദണ്ഡൻ ഭരിച്ച ആ സ്ഥലമാണ് പിന്നീട് ദണ്ഡകാരണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തപസ്സികൾ താമസിച്ച സ്ഥലത്തിന് ജനസ്ഥാനം എന്ന് പറയുന്ന പേരും ലഭിച്ചു. നമ്മൾ കേൾക്കാറില്ലേ ദണ്ഡകാരണ്യം, ദണ്ഡകാരണ്യം. ദണ്ഡൻ താമസിച്ച ആ സ്ഥലം, ശുക്രാചാര്യർക്ക് ശാപമേറ്റ ആ സ്ഥലം ദണ്ഡകാരണ്യം എന്ന പേരിലും, അതിൻ്റെ തൊട്ടടുത്ത് തപസ്സികൾ താമസിച്ച സ്ഥലത്തിന് ജനസ്ഥാനം എന്ന് പറയുന്ന പേരും കിട്ടി. അങ്ങനെ അഗസ്ത്യ മഹർഷി ഇത്രയും പറയുമ്പോഴേക്കും നേരം വൈകുന്നേരമായിപ്പോയി. എല്ലാവരും സന്ധ്യാവന്ദനത്തിൽ ഏർപ്പെട്ടിട്ട് മഹർഷിയാൽ ദത്തമായിരിക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് ശ്രീരാമസ്വാമി അന്ന് അവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ അഗ്നികാരാദികളെല്ലാം ചെയ്ത ശേഷം, രാവിലെ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അഗസ്ത്യനോട് യാത്ര ചോദിച്ചിട്ട് ശ്രീരാമസ്വാമി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അഗസ്ത്യൻ എന്ത് ചെയ്തു? അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. മഹർഷിയെ അഭിവാദ്യം ചെയ്ത ശേഷം ശ്രീരാമസ്വാമി പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് അയോധ്യയിലേക്ക് പോയി. പുഷ്പകത്തെ പറഞ്ഞയച്ചിട്ട് തൻ്റെ ഞാൻ വന്നൂന്ന് സഹോദരന്മാരോട് പറയാൻ ദ്വാരപാലകനോട് ശ്രീരാമസ്വാമി പറഞ്ഞു. ശ്രീരാമസ്വാമി അയോധ്യയിലെത്തിയപ്പം പുഷ്പക വിമാനം പോയി. അപ്പൊ ശ്രീരാമസ്വാമി പറഞ്ഞു, ദ്വാരപാലകനെ വിളിച്ചിട്ട് ഞാനിവിടെ എത്തിയെന്ന് സഹോദരന്മാരോട് പറയൂന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനിയുടെ സമീപത്ത് നിന്ന് മടങ്ങിയെത്തി അയോധ്യയിലെത്തിയ ശ്രീരാമനെ സഹോദരന്മാര് സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അതിൽ പിന്നെ അവരോടായിട്ട് താൻ രാജസൂയ യാഗം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അവരുടെ അഭിപ്രായം എന്താണെന്ന് ശ്രീരാമസ്വാമി ചോദിച്ചു. ഞാൻ രാജസൂയ യാഗം ചെയ്യാൻ പോവാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. മിത്രനും വരുണനും സോമനും എല്ലാവരും രാജസൂയം ചെയ്തിട്ട് പേരെടുത്ത ആൾക്കാരാണ്. എല്ലാ രാജാക്കന്മാരും ശ്രീരാമന്റെ അധീനതയിലുള്ളവരായതുകൊണ്ട് രാജസൂയം കഴിക്കാൻ ഒരു വിഷമവും ഇല്ല. ഭരതന്റെ അഭിപ്രായം അതാണ്. എല്ലാ രാജാക്കന്മാരും അങ്ങയുടെ അധീനതയിലല്ലേ, പിന്നെ എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല, നമുക്ക് രാജസൂയം ചെയ്യാം. ആര് പറഞ്ഞു? ഭരതൻ പറഞ്ഞു. അശ്വമേധമാണ് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത്. എന്താണ്? അശ്വമേധം. അശ്വമേധം കഴിച്ചിട്ടായിരുന്നു വൃഥാസുരനെ വധിച്ച ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രൻ മുക്തി നേടിയത്. അശ്വമേധയാഗം ചെയ്തിട്ടാണ് വൃഥാസുരനെ വധിച്ച ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ഇന്ദ്രൻ മുക്തി നേടി വന്നത്. പണ്ട് വൃതൻ എന്നു പേരായിട്ട് ലോകസമ്മതനും ധർമ്മജ്ഞനും കൃതജ്ഞനും ബുദ്ധിമാനുമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. വൃതൻ എന്ന് പറയുന്ന വലിയൊരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ധർമാനുസൃതമായിരിക്കുന്ന, ധർമ്മത്തിന് ചേർന്ന രീതിയിൽ തന്നെ ഭൂമി മുഴുവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, വൃതാസുരന്റെ ഭരണകാലത്ത് പ്രജകളെല്ലാം സന്തോഷവാന്മാരായിരുന്നു. ഭൂമിയിലാണെ മുഴുവൻ ഐശ്വര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം തപസ് ചെയ്യണമെന്നൊരാഗ്രഹം ആർക്ക് വന്നു? നമ്മുടെ വൃതന്റെ എന്താ പറയാ മനസ്സിൽ വന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നതിന് ശേഷം ഉഗ്രമായ തപസ്സാര് ചെയ്തു തുടങ്ങി. നമ്മുടെ വൃതൻ ചെയ്തു തുടങ്ങി. ദേവന്മാരെല്ലാവരും
അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഇങ്ങനെ തപിച്ച് ഇല്ലാതാവാൻ തുടങ്ങി. അത്യധികം ആർത്തനായ ദേവേന്ദ്രൻ എന്ത് ചെയ്ത് മഹാവിഷ്ണുവിന്റെ സന്നിധിയിൽ പോയിട്ട് വൃഥാസുരന്റെ തപസ്സിന്റെ ഫലമായിട്ട് ലോകങ്ങളെല്ലാം അവൻ ജയിക്കും, അതുകൊണ്ട് അവനെ ശാസിക്കാൻ തനിക്ക് കഴിയാതെ വരും. ദേവേന്ദ്രൻ പറയണം, അവൻ ഇങ്ങനെയൊക്കെ തപസ് ചെയ്താൽ ലോകം മുഴുവൻ അവൻ ജയിച്ചെടുക്കും, അവനെ ഭരിക്കാൻ എനിക്ക് പറ്റാതെ വരും. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, അവനെ വധിച്ചാൽ മാത്രമേ എനിക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റൂ. ഭഗവാനെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂന്ന് നേരെ ദേവേന്ദ്രൻ പോയി ആരോട് പറഞ്ഞു? മഹാവിഷ്ണുവിനോട് പറഞ്ഞു. എന്നാൽ വിഷ്ണു ഭഗവാന് അരുളി ചെയ്തത്, അവൻ താനുമായി മുമ്പ് സൗഹൃദ ബന്ധത്തിലായിരുന്നപ്പോ തനിക്ക് അവനെ വധിക്കാൻ പറ്റില്ല, എന്നാൽ ദേവേന്ദ്രൻ അത് സാധിക്കുന്നായിരുന്നു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, വിഷ്ണു ഭഗവാനുമായിട്ട് ഈ വൃതൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു, അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ അവനെ കൊല്ലാൻ കഴിയില്ല, ദേവേന്ദ്രനെ കൊണ്ട് പറ്റുന്നു പറഞ്ഞു. താൻ മൂന്നായി വേർപെട്ട് ഒരംശം ദേവേന്ദ്രനിലും ഒരംശം വജ്രായുധത്തിലും ഒരംശം ഭൂമിയിലും ആവേശിക്കാന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ മൂന്നായി വേർപെട്ടിട്ട് ഒരംശം ദേവേന്ദ്രനിലും ഒരംശം വജ്രായുധത്തിലും ഒരംശം ഭൂമിയിലും അംശിക്കാന്ന് പറഞ്ഞു. അപ്പോ വജ്രായുധം ഉപയോഗിച്ച് അവനെ കൊല്ലാൻ ഇന്ദ്രന് കഴിയുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ബ്രഹ്മപുത്രനായിരിക്കുന്ന അഥർവന്റെ പുത്രൻ ദദീജി മഹർഷിയുടെ അസ്ഥി ദേവേന്ദ്രനും ദേവന്മാരും കൂടി യാചിച്ചു വാങ്ങി. ഓക്കെ, എന്താണ്? ബ്രഹ്മപുത്രനായിരിക്കുന്ന അഥർവന്റെ മകൻ ദദീജി മഹർഷിയുടെ അസ്ഥി ദേവേന്ദ്രനും ദേവന്മാരും കൂടെ യാചിച്ചിങ്ങോട്ട് വാങ്ങി. അതുകൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ചതാണ് ഇന്ദ്രന്റെ വജ്രായുധം. ഇന്ദ്രന്റെ വജ്രായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവിന്റെ മകനായിരിക്കുന്ന അഥർവന്റെ അസ്ഥി ദേവേന്ദ്രനും ദേവന്മാരും കൂടെ യാചിച്ചു വാങ്ങിയിട്ട് വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ഇന്ദ്രന്റെ വജ്രായുധം. അതിൽ വിഷ്ണുവിന്റെ ഒരംശം ആവേശിച്ചപ്പോ അത് വ്രതഹത്യക്ക് എന്തായി? കഴിവുള്ളതായി തീർന്നു. വിഷ്ണുവിന്റെ അംശവും കൂടി വന്നപ്പോഴേക്കും അത് വൃതനെ കൊല്ലാൻ മാത്രം കഴിവുള്ളതായി തീർന്നു. മഹാവിഷ്ണു പറഞ്ഞത് കേട്ടപ്പോ ദേവേന്ദ്രനും ദേവന്മാരും കൂടി വൃതാസുരൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാട്ടിലേക്ക് പോയി. അവിടെ അവര് കണ്ടത് തപസ്സുകൊണ്ടിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അസുരനെയാണ്. ദേവന്മാരൊക്കെ ചെന്നപ്പോ തപസ്സുകൊണ്ടിങ്ങനെ ആ വൃതാസുരൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ എങ്ങനെ വധിക്കും? പരാജിതരായിട്ട് എങ്ങനെ തിരിച്ചു പോകും? ഇങ്ങനെയാണ് ദേവന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ എന്തേത്? വജ്രായുധം ഇങ്ങെടുത്തിട്ട് വൃതാസുരന്റെ നെറുകിൽ തന്നെ തലയ്ക്കൊരു അടിയിട്ട് കൊടുത്തു. അവന്റെ ശിരസ് തല നിലത്ത് വീണു. പെട്ടെന്ന് തന്നെ ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ പിടികൂടി. പേടിച്ചോടിയ ഇന്ദ്രൻ, ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രന്റെ പിന്നാലെ ഓടുകയാണ്. ബ്രഹ്മഹത്യാ പാപം വരുന്നത് കണ്ടപ്പോ പേടിച്ചോടിയ ഇന്ദ്രനെ ബ്രഹ്മഹത്യാ പാപം പിടികൂടി. അങ്ങനെ ഇന്ദ്രനെ നഷ്ടപ്പെട്ട ദേവന്മാര് വീണ്ടും മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. പൂജ ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ? അങ്ങയുടെ കാരുണ്യം കൊണ്ട് വൃതൻ മരിച്ചു. ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ പിടിച്ചെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് തന്നെ നാരായണ ഒരു വഴി പറഞ്ഞതാ. ദേവന്മാര് പറയുന്നത് കേട്ടപ്പോ മഹാവിഷ്ണു പറഞ്ഞു, പുണ്യമായിരിക്കുന്ന അശ്വമേധയാഗം കൊണ്ട് ഇന്ദ്രൻ എന്നെ തന്നെ ജയിക്കട്ടെ. എന്നാൽ ബാധ കൈവിട്ട് വീണ്ടും ഭയം കൂടാതെ ഇന്ദ്രൻ ആ പദവി അലങ്കരിക്കും, ഇന്ദ്രപട്ടം അലങ്കരിക്കും. ഇപ്രകാരം അമൃത് പോലെ പറഞ്ഞ വാക്ക് കേട്ട് ദേവന്മാർക്ക് വേണ്ട നിർദ്ദേശവും കൊടുത്തിട്ട് നേരെ ഭഗവാൻ സ്വന്തം വാസസ്ഥാനത്തേക്ക് പോയി. അപ്പം അത്രയും വലിയൊരു യാഗം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇന്ദ്രന് പോലും ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മഹാവിഷ്ണു തന്നെയാണ് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ
ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയാ, ഒരു മിനിറ്റ്, അങ്ങനെ ഏറ്റവും മനോഹരമായിരിക്കുന്ന യാഗമെല്ലാം ചെയ്ത് എന്തായി, ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നെല്ലാം പുറത്തു വന്ന് എന്ത് സംഭവിച്ചു, ഏറ്റവും സമാധാനമായ രീതിയിൽ ഇന്ദ്രപട്ടമെല്ലാം സ്വീകരിച്ച് വീണ്ടും ഇന്ദ്രപട്ടവും സ്വീകരിച്ച് ദേവേന്ദ്രൻ ഇന്ദ്രനായി തന്നെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ 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 പോകുന്നു വൃതാസുരവധവും ബ്രഹ്മദേവന്റെ കഥയും ഇന്ദ്രന്റെ കഥയും എല്ലാം ആ രീതിയിൽ അങ്ങനെ. ഇഷ്ടപ്പെട്ടോ? ഹാപ്പി? അതാണ്. നമുക്ക് നാളെ രാവിലെ കാണാം. എന്ത് പറയുന്നു? നാളെ രാവിലെ നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ കാണാം. അതിന് മുമ്പ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് തരാം. അതും കൂടെ കേട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങും. എന്നും കിച്ചൂട്ടിനെ കൊടുക്കുന്ന കാര്യമാണ് അത്. ഇന്നിപ്പം നിങ്ങളെ വെച്ചുകൊണ്ട് പ്ലേ ചെയ്യാം, റൈറ്റ്? അല്ലെങ്കിൽ പിന്നെ കിച്ചൂട്ടിനെ ഇങ്ങനെ അതും കേട്ട് സുഖമായിട്ട് ഇങ്ങനെ പോകും. ഇത് കിച്ചൂട്ടൻ്റെ ഉറക്കപ്പാട്ട്. എന്നും രാത്രി കിച്ചൂട്ടൻ ഇത് കേൾക്കും. നാളെ രാവിലെ കാണാം. ഇന്ന് സമയം 11 മണിയായി രാത്രിയിൽ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ശുഭനിദ്ര, സുഖനിദ്ര. നാളെ കാണാം.